ഓക്കെ, അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന രണ്ട് ടോപ്പിക്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒന്ന് ബ്രോങ്കിയൽ ആസ്മയും, രണ്ടാമത് പെപ്റ്റിക് അൾസർ ഡിസീസുമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ ആണോ? എന്റെ സ്ക്രീൻ ഞാനൊന്ന് ഷെയർ ചെയ്യാം. സ്ക്രീൻ വിസിബിൾ ആണോ എന്റെ? ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം തന്നെ ലൈക്ക് വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസീസ് ആണ് പെപ്റ്റിക് അൾസർ ഡിസീസ്. അപ്പൊ ഫസ്റ്റ് ഡിസീസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ് പെപ്റ്റിക് അൾസർ ഡിസീസ്. ഈ പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞാൽ എന്താണ്? Damage to the mucosal lining of stomach or GI tract. ഓക്കെ, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ആണ് പറഞ്ഞത്. അപ്പൊ നമ്മൾക്ക് എന്താ പറയാ, നമുക്ക് നമ്മുടെ സ്റ്റൊമക്ക് ഉണ്ട്, അല്ലെ? സ്റ്റൊമക്ക് കഴിഞ്ഞിട്ട് വരുന്നതാണ് നമ്മുടെ ഡുവോഡനം, അല്ലെ? സ്റ്റൊമക്കിനെക്കാട്ടും മുന്നേ വരുന്നതാണ് നമുക്ക് ഈസോഫേഗസ്. ഇവിടെ നമുക്ക് ഈസോഫേഗസ് ഉണ്ട്, നമ്മുടെ സ്റ്റൊമക്കാണ്. പിന്നെ ഇത് വരുന്നതാണ് നമ്മുടെ ഡുവോഡനം. അപ്പോ നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ സ്റ്റൊമക്കിന് കുറേ ലേയേഴ്സ് ഉണ്ട്, അല്ലെ? കുറേ ലേയേഴ്സ് ഉണ്ട്. ഇപ്പൊ സ്റ്റൊമക്കിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ആസിഡ് സെക്രറ്റ് ചെയ്യുക. എന്ത് ആസിഡാണ് സ്റ്റൊമക്ക് സെക്രറ്റ് ചെയ്യുന്നത്? HCl ആണ് സെക്രറ്റ് ചെയ്യുന്നത്, അല്ലെ? അപ്പൊ ഞാനിവിടെ സ്റ്റൊമക്കിന്റെ ലൈനിങ് ഒന്ന് ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. ഈ സ്റ്റൊമക്കിന് നമ്മൾ സൂം ചെയ്ത് നോക്കുമ്പോൾ കുറേ കനാൽസ് ഉണ്ടാവും സ്റ്റൊമക്കിന്റെ ഉള്ളിൽ, കേട്ടോ? കനാൽസിന്റെ ഉള്ളിൽ ഇങ്ങനെ കുറേ ലേയേഴ്സ് ഉണ്ട്. ഓക്കെ, അപ്പൊ ഈ ഒരു പുറത്തത്തെ ഈ എപ്പിത്തീലിയം ഉണ്ടല്ലോ, ഇവിടെ എന്തെങ്കിലും ബ്രേക്ക് വരിക, ഇവിടെ ഒരു ബ്രേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇവിടെ ചെറിയൊരു ഹോള് മാറി വരും. ആ പ്രൊട്ടക്റ്റീവ് ലെയറിന് ബ്രേക്ക് വന്നു. അതിനെയാണ് നമ്മൾ അൾസർ എന്ന് വിളിക്കുന്നത്, അല്ലെ? ഈ കണ്ടിന്യൂറ്റി, എപ്പിത്തീലിയത്തിന്റെ കണ്ടിന്യൂറ്റി ബ്രേക്ക് ആവും. അപ്പൊ അവിടെ ഒരു ചെറിയൊരു ഹോള് മാറി അല്ലെങ്കിൽ ഡിപ്രഷൻ മാറി ഒരു സംഭവം വരും. അതിനെയാണ് അൾസർ എന്ന് വിളിക്കുന്നത്. അൾസർ നമുക്ക് എവിടേക്കൊക്കെ വരാം? ഒന്ന് സ്റ്റൊമക്കിൽ വരാം, രണ്ടാമത് ഡുവോഡനത്തിൽ വരാം. ഈ സ്റ്റൊമക്കിൽ വരുന്ന അൾസറിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്യാസ്ട്രിക് അൾസർ എന്ന് വിളിക്കുന്നത്. ഡുവോഡനത്തിൽ വരുന്ന അൾസറിനെ നമ്മൾ എന്താണ് വിളിക്കുന്നത്? ഇറ്റ് ഈസ് നോൺ ആസ് ഡുവോഡനൽ അൾസർ. അപ്പൊ ഈ അൾസർ വരാൻ കുറെ കാരണമുണ്ട്. ഒന്ന്, നമ്മുടെ HCl സെക്രീഷൻ കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പ്രൊട്ടക്ഷൻ താങ്ങുന്നതിനെക്കാട്ടും കൂടുതൽ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഹോള് വരാം. രണ്ടാമത്, നമ്മുടെ ഇതിന്റെ ഉള്ളിൽ മിഡിലിൽ കുറെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ ഉണ്ട്, നമുക്ക് ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ പോകുന്നുണ്ട്. ഈ ആർട്ടറീസ് ഒക്കെ ഫോം ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസ്റ്റാഗ്ലാൻഡിൻ ഉണ്ട്. പ്രോസ്റ്റാഗ്ലാൻഡിൻ, ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ E1 E2 എന്നൊക്കെ പറയും. പ്രോസ്റ്റാഗ്ലാൻഡിൻ E2 ഇതാണ് ഇവിടുത്തെ ബ്ലഡ് വെസലിന്റെ ഫോർമേഷൻ, ഇവിടുത്തെ വാസ്കുലാരിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ സഹായിക്കും. ഈ ഒരു സംഭവം കുറഞ്ഞു കഴിഞ്ഞാൽ, പ്രോസ്റ്റാഗ്ലാൻഡിൻ E2ന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാലും അൾസർ വരാം, കാരണം അവിടെ പ്രൊട്ടക്ഷൻ കുറഞ്ഞു പോകും. അപ്പൊ നമുക്ക് രണ്ട് ടൈപ്പ് അൾസർ ഉണ്ട്. പെപ്റ്റിക് അൾസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെപ്റ്റിക് ആസിഡ്, അതായത് ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ അളവ് കൂടുതൽ കാരണം അൾസറേഷൻ പോകും. ഇപ്പൊ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. ഒന്ന് ഗ്യാസ്ട്രിക് അൾസർ, രണ്ടാമത് ഡുവോഡനൽ അൾസർ. നമുക്ക് പേഷ്യന്റ് എങ്ങനെ പ്രസന്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ ഡുവോഡനൽ അൾസർ ആണ് യങ് ഏജിൽ കാണുന്നത്. യങ് ഏജ് എന്ന് പറയുമ്പോൾ 20 to 50 ഏജിൽ കാണുന്ന പേഷ്യൻസിനാണ് അത് കാണുന്നത്. ഇപ്പൊ ഡ്യൂഡനൽ അൾസറുള്ള പേഷ്യന്റിന് ഭയങ്കര വയറുവേദനയായിരിക്കും, ഭയങ്കര എക്സ്ക്രൂഷിയേറ്റിംഗ്, ഒരു ബേണിംഗ് സെൻസേഷൻ ഒക്കെ വഴി ഉള്ള വയറുവേദനയായിരിക്കും പ്രസന്റ് ചെയ്യുക. പക്ഷേ ഈ അബ്ഡോമിനൽ പെയിൻ അല്ലെങ്കിൽ എപ്പിഗാസ്ട്രിക് പെയിൻ ഫുഡ് കഴിക്കുമ്പോൾ പെയിൻ കുറയും. ഇതൊരു ഭയങ്കര സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പോൾ പേഷ്യന്റിന് എപ്പോഴും ഫുഡ് കഴിക്കാൻ തോന്നും, ഇങ്ങനെ എപ്പോഴും വയറെരിയുന്ന മാതിരി തോന്നും, ഫുഡ് കഴിക്കുമ്പോൾ കുറയും. പക്ഷെ ഗ്യാസ്ട്രിക് അൾസറിൽ അങ്ങനെയല്ല, ഫുഡ് കഴിക്കുമ്പോൾ അത് കൂടും, പെയിൻ കൂടും. ഇത് യൂഷ്വലി 50 അബവ് ഉള്ള പേഷ്യൻസിലാണ് കണ്ടുവരുന്നത്, കേട്ടോ? അപ്പൊ ഈ ഒരു സ്പെഷ്യൽ കംപ്ലൈന്റ്, അതായത് ഫുഡ് കഴിക്കുമ്പോൾ പെയിൻ കുറയുന്ന ഒരു സംഭവം, അതായത് പേഷ്യന്റ് എപ്പോഴും ഫുഡ് മിസ് ആവാണ്ടിരിക്കാൻ നോക്കും, എപ്പോഴാണോ കറക്റ്റ് സമയത്ത് ഫുഡ് കഴിക്കാൻ നോക്കും, ഇടയ്ക്കിടയ്ക്ക് ഫുഡ് കഴിക്കാൻ നോക്കും. അതുകൊണ്ട് പേഷ്യന്റിന് വെയിറ്റ് ഗെയിൻ ഉണ്ടായിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ ഫുഡ് കഴിക്കുമ്പോൾ പെയിൻ കൂടുന്നുണ്ട്, പേഷ്യന്റിന് വെയിറ്റ് ലോസ് ഉണ്ടായിരിക്കും.
മനസ്സിലായി? അപ്പോൾ ഈ അൾസർ ഉണ്ടാക്കുന്ന ഒരു ബാക്ടീരിയ ഉണ്ട് നമുക്ക്. ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ബാക്ടീരിയ ഉണ്ട്. ഈ ഒരു ബാക്ടീരിയയുടെ പേരാണ് എച്ച് പൈലോറി, ഹെലിക്കോബാക്ടർ പൈലോറി എന്ന്. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ യൂറിയേസ് എന്ന് പറഞ്ഞൊരു എൻസൈം സെക്രറ്റ് ചെയ്യും. യൂറിയേസ് എന്ന് പറഞ്ഞൊരു എൻസൈം സെക്രറ്റ് ചെയ്യുമ്പോൾ ഇത് അമോണിയ റിലീസ് ചെയ്യും. അമോണിയ റിലീസ് കേട്ടോ, അമോണിയ റിലീസ് ചെയ്യും. അപ്പൊ ഈ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എച്ച് പൈലോറി അൾസർ ഉണ്ടാക്കാനായിട്ട് വളരെ ചാൻസ് കൂടുതലാണ്. കുറെ മെക്കാനിസം ഉണ്ട് അൾസർ ഉണ്ടാക്കാനായിട്ട്. പക്ഷെ ഈ ഡുവോർണൽ അൾസറിൽ 90% ആൾക്കാരിലും കൂടുതൽ ഡുവോർണൽ അൾസർ ആൾക്കാർ എടുത്തിട്ടുണ്ടെങ്കിൽ അവർ എച്ച് പൈലോറി പോസിറ്റീവ് ആയിരിക്കും. പക്ഷെ ഇവിടെ ഒരു 50-60% മാത്രമാണ് എച്ച് പൈലോറി പോസിറ്റീവ് ആയിരിക്കും. മനസ്സിലായി? പക്ഷെ ഇത് വലിയ ഏജ് ഗ്രൂപ്പിൽ വരാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇത് ക്യാൻസർ ആയിട്ട് മാറാനായിട്ട് ചാൻസ് കൂടുതലാണ്. പക്ഷെ ഇവിടെ ക്യാൻസർ റിസ്ക് കുറവാണ്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലായി. പെപ്റ്റിക് അൾസർ രണ്ടെണ്ണം തമ്മിലുള്ള വ്യത്യാസം. ഞാൻ ഈ സിംറ്റം പറയാൻ കാരണം ഇത് വളരെ കോമൺ ആയിട്ട് നമ്മുടെ ആൾക്കാരിൽ കണ്ടുവരുന്ന ഒരു ഫിനോമിന ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പൊ ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? Yes, sir. അപ്പൊ ഇനി നമുക്കിത് എങ്ങനെ ട്രീറ്റ് ചെയ്യാൻ ഇങ്ങനെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം നമുക്ക് പറയാം. ഓക്കെ, ഇനി നമ്മുടെ അൾസർ ട്രീറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വേണം, എങ്ങനെയൊക്കെ നമുക്ക് അൾസർ ട്രീറ്റ് ചെയ്യാൻ പറ്റും? പക്ഷെ അൾസർ കണ്ടുപിടിക്കുന്നത് നമുക്ക് അതിനാണ്. ഈ പേഷ്യന്റ് ഇത്രയും പ്രശ്നങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ യൂഷ്വലി ഒരു ട്രയൽ ഓഫ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കൊടുത്തു നോക്കും. അതായത് ആസിഡ് സെക്രേഷൻ കുറയ്ക്കാൻ നോക്കിയത്. എന്നിട്ടും കുറവില്ലെങ്കിൽ നമ്മൾ എൻഡോസ്കോപ്പി ചെയ്യും. അപ്പർ ജി എൻഡോസ്കോപ്പി ചെയ്യും കേട്ടോ. അപ്പർ ഗ്യാസ്ട്രോ എൻഡോസ്കോപ്പി ചെയ്യും. ഇതിൽ നോക്കുമ്പോൾ നമുക്ക് എൻഡോസ്കോപ്പിയിൽ എന്ത് കാണാൻ പറ്റും? അൾസർ കാണാൻ പറ്റും. അപ്പൊ അൾസറിന്റെ അവിടെ നമ്മൾ ചെറിയൊരു സാമ്പിൾ എടുക്കും, ഒരു ബയോപ്സി എടുക്കും. ആ ബയോപ്സി നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ എച്ച് പൈലോറിക്ക് ടെസ്റ്റ് ചെയ്യും, ക്യാൻസറിനും ടെസ്റ്റ് ചെയ്യും. അപ്പൊ മിക്കതും എച്ച് പൈലോറി പോസിറ്റീവ് ആവും ഡുവോർണൽ അൾസർ കേട്ടോ. അപ്പൊ നമുക്ക് ഇതാണ് ജസ്റ്റ് ഒന്ന് ഡയഗ്നോസിസ് ഞാൻ പറഞ്ഞത്. ഇനി ട്രീറ്റ്മെന്റ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് നമുക്ക് ഒരു പെപ്റ്റിക് അൾസർ കുറയ്ക്കാനായിട്ട്? എന്തൊക്കെ ഓപ്ഷൻസ് ആണ് നമ്മുടെ കയ്യിലുള്ളത് ഒന്ന് പറയാമോ? ജസ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഒന്ന്, നമുക്ക് ആസിഡ് സെക്രേഷൻ കുറയ്ക്കാം അല്ലെ? ആസിഡ് സെക്രേഷൻ കുറയ്ക്കാം. അൾസർ ഉണ്ടാവുന്ന ചാൻസ് കുറഞ്ഞില്ലേ? ഇതാണ് അൾസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഒരു അൾസർ ഉണ്ടാക്കിയിരിക്കുന്നത്. അൾസർ എന്ന് പറഞ്ഞാൽ ഒരു കുഴിയാണല്ലോ, ജസ്റ്റ് ഒരു ഹോളോ, ഒരു കുഴിയാണല്ലോ. ഈ അൾസറിന് ആസിഡ് കുറച്ചാൽ മതി, ഒരു ഓപ്ഷൻ ഉണ്ട്. രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഈ അൾസറിന്റെ മേലെ ഒരു പ്രൊട്ടക്റ്റീവ് സംഭവം, ഒരു കോട്ടിങ് ഉണ്ടാക്കും. അപ്പൊ നമുക്ക് എന്താ പറയുക, അൾസറും പ്രൊട്ടക്റ്റീവ് ഏജൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലേ? പിന്നെ നമുക്ക് ഈ ആസിഡിന്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാം, അല്ലെങ്കിൽ ആസിഡിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാം. ആസിഡിനെ നമ്മൾ ന്യൂട്രലൈസ് ചെയ്യുമ്പോൾ ഒരു ബേസ് കൊടുത്തു കഴിഞ്ഞാൽ ആസിഡും ബേസും കൂടി കോംപ്ലക്സ് ഉണ്ടാക്കിയിട്ട് ന്യൂട്രലൈസ് ആവും അല്ലേ? അപ്പൊ പിന്നെ നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റുക? എച്ച് പൈലോറി എന്ന് പറഞ്ഞ ബാക്ടീരിയ ആണല്ലോ ഇത് കോസ് ചെയ്യുന്നത്. എച്ച് പൈലോറിനെ കളയാം. അപ്പൊ എച്ച് പൈലോറിക്കുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് പെപ്റ്റിക് അൾസർ ട്രീറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്ന് പറയാമോ? ആസിഡ് സെക്രീഷൻ കുറയ്ക്കണം, ആസിഡ് സെക്രേഷൻ കുറയ്ക്കണം, പിന്നെ പ്രൊട്ടക്റ്റീവ് ഏജൻസ് യൂസ് ചെയ്യാം. അൾസറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഏജൻസ് യൂസ് ചെയ്യാം. അൾസറോ പ്രൊട്ടക്റ്റീവ് ഏജൻസ് യൂസ് ചെയ്യാം. പിന്നെ ആസിഡിനെ നമുക്ക് ന്യൂട്രലൈസ് ചെയ്യാം. പിന്നെ എച്ച് പൈലോറിനെ നമുക്ക് ഇല്ലാണ്ടാവും അല്ലെ? എച്ച് പൈലോറിനെ നമുക്ക് ഇല്ലാണ്ടാവും. ഓക്കെ, അപ്പൊ ആസിഡിനെ കുറയ്ക്കാനായിട്ടുള്ള കുറച്ച് മെക്കാനിസം. ഈ ആസിഡിനെ കുറയ്ക്കാനായിട്ട് നമ്മൾ പണ്ട് കാലത്ത് യൂസ് ചെയ്ത ട്രക്ക് ഞാൻ ആദ്യം പറയാം. അതിനെയാണ് നമുക്ക് നമ്മുടെ ഹിസ്റ്റമിൻ, നമ്മുടെ മറ്റേ ഹിസ്റ്റമിൻ, ആന്റി ഹിസ്റ്റമിൻസ് ഒക്കെ പഠിച്ചപ്പോൾ നമ്മൾ ഹിസ്റ്റമിന്റെ കുറച്ച് റോൾസ് പഠിച്ചായിരുന്നു. ഹിസ്റ്റമിൻ എന്ന് പറഞ്ഞ സംഭവം റിലീസ് ചെയ്യുന്ന മാസ്റ്റ് സെൽസിന്റെ ഉള്ളിൽ നിന്നാണ് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത്. ഹിസ്റ്റമിൻ റിലീസ് ചെയ്ത് നമ്മുടെ അലർജിയുടെ എല്ലാ സിംറ്റംസും ഉണ്ടാവും അല്ലെ? അലർജിയുടെ എല്ലാ സിംറ്റംസ് എന്തൊക്കെയാണ്? റെഡ്നെസ്, ബ്രെത്ത്ലെസ്നെസ്, ഇങ്ങനത്തെ കുറെ
സംഭവമാണ്. ഇതിന്റെ കൂടെ തന്നെ ആസിഡ് സെക്രീഷനും കൂടും. കേട്ടോ. അപ്പൊ ഹിസ്റ്റമിന്റെ H1 റിസപ്റ്റേഴ്സ് ആണ് അലർജിയിലുള്ളത്. H2 റിസപ്റ്റേഴ്സ് ആണ് ആസിഡ് സെക്രീഷനുള്ളത്. H1 റിസപ്റ്റേഴ്സ് ഓഫ് ഹിസ്റ്റമിൻ ആണ് അലർജിക്ക് ഉള്ളത്. H2 ആണ് ആസിഡിനുള്ളത്. അപ്പൊ ഈ ആസിഡ് സെക്രീഷൻ H2 റിസപ്റ്റേഴ്സ് സ്റ്റിമുലേറ്റ് ചെയ്യുന്നതുകൊണ്ടാണ് ആസിഡ് വരുന്നത്. അപ്പൊ നമ്മൾ H2 ബ്ലോക്ക് ചെയ്തുകൊണ്ടുണ്ടാവും. H2 റിസപ്റ്റർ ബ്ലോക്കേഴ്സിന് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ആസിഡ് സെക്രീഷൻ കുറയും. അപ്പൊ H2 ബ്ലോക്കേഴ്സിന്റെ കുറച്ച് പേരെന്ന് പറയുന്നത് H2 ബ്ലോക്കേഴ്സ് കുറച്ച് പഴയ ഡ്രഗ്സ് ആണ്. എന്തൊക്കെയാണ്? ranitidine, റാനിറ്റിഡിൻ, സിമെറ്റിഡിൻ, റാനിറ്റിഡിൻ, ഫാമോറ്റിഡിൻ, ഇതൊക്കെ ആണ് എക്സാമ്പിൾ. അപ്പൊ ഇതൊരു ക്ലാസ് ഓഫ് ഡ്രഗ്സ്. അപ്പൊ നമ്മൾ ആസിഡ് കുറയ്ക്കാനുള്ള ഫസ്റ്റ് ക്ലാസ് നമ്മൾ പഠിച്ചു. ആസിഡ് കുറയ്ക്കണമെങ്കിൽ നമ്മൾ H2 ബ്ലോക്ക് ചെയ്യണം. എന്തൊക്കെയാണ് H2 ബ്ലോക്കേഴ്സ്? അപ്പൊ നമ്മൾ ഒരു എക്സാമ്പിൾ ഒരെണ്ണം എഴുതുന്നു, സിമെറ്റിഡിൻ. കൺഫ്യൂഷൻ ഇല്ലാണ്ടിരിക്കും. ഇനി ആസിഡ് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ കണ്ടുപിടിച്ചതിൽ വെച്ച് ഏറ്റവും പവർഫുൾ ഡ്രഗ്, ഏറ്റവും പവർഫുൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും ബെസ്റ്റും ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള ഡ്രഗ് ആണ്. എല്ലാ ദിവസവും എല്ലാവരും പ്രിസ്ക്രൈബ് ചെയ്യുന്ന, നമ്മൾ എന്നും ക്ലിനിക്കൽ പ്രാക്ടീസിൽ കണ്ടുവരുന്ന ഒരു ഡ്രഗ് ആണ്. അതിന്റെ പേരാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. ഇതൊരു വണ്ടർ ഡ്രഗ് ആയിട്ടാണ് നമ്മൾ കണ്ടുവരുന്നത്, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. അതിന്റെ കാരണം നമുക്ക് പറയാം. അപ്പോ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിന്റെ എക്സാമ്പിൾ എന്തൊക്കെയാണ്? ലാൻസോപ്രസോൾ, ലാബിപ്രസോൾ, എക്സെട്ര. ഈ ഒമിപ്രസോൾ 20 mg കണ്ടുവരുന്നത്, ലാൻസോപ്രസോൾ 30 mg ആണ് കണ്ടുവരുന്നത്, ലാൻഡോപ്രസോൾ 40 mg ആണ് നമ്മൾ യൂഷ്വലി കൊടുക്കാറുള്ളത്, അല്ലേ? അപ്പൊ ഇതിലിപ്പോ ഏറ്റവും നമ്മളിപ്പോ ഈ പപ്റ്റിക് അൾസർ പഠിക്കുമ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുന്ന സംഭവമാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിനെ പറ്റിയാണ് ഏറ്റവും കൂടുതൽ പഠിക്കുന്നത്. അപ്പൊ ഇത് കുറച്ച് നമ്മൾ ഡീറ്റെയിൽ എല്ലാവരുമായിട്ട് അറിയേണ്ട ഒരു സംഭവം. അത് നമുക്കിത് എങ്ങനെ വർക്ക് ചെയ്യാൻ നോക്കാം. ഞാൻ നേരത്തെ പറഞ്ഞില്ല, നമ്മൾ ലൈനിങ് നോക്കുമ്പോൾ, പെരൈറ്റൽ സെൽസിന്റെ ലൈനിങ് നോക്കുമ്പോൾ ഇങ്ങനെയാണ് ലൈനിങ് ഇരിക്കുന്നത്. ഇതിനെ കനാലിക്കുലൈ എന്നാണ് വിളിക്കുന്നത്. നമുക്ക് ആസിഡ് സെക്രേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു പമ്പ് ഉണ്ട്. ഈ പമ്പിന്റെ പേരാണ് പൊട്ടാസ്യം H+ATPase. ഇതാണ് ഈ പമ്പിന്റെ പേര്. എന്താണ്? പൊട്ടാസ്യം. ഇത് എക്സാംസിനൊക്കെ ചോദിക്കണം. പൊട്ടാസ്യം H+ATPase പമ്പ്. അപ്പൊ ഈ പമ്പ് ഇതാണ് ഫൈനലി HCl സെക്രേറ്റ് ചെയ്യുന്നത്, ഹൈഡ്രോക്ലോറിക് ആസിഡ് സെക്രേറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മൾ ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കൊടുത്തു തന്നിരിക്കും, PPI കൊടുത്തു തന്നിരിക്കും. ഈ PPI എന്ത് ചെയ്യും? ഈ കനാലിക്കുലൈരെ ഇവിടെ വന്നിരിക്കും. അപ്പൊ ഈ PPI എന്ന് പറയുന്ന സാധനം ആക്റ്റീവ് അല്ല. ഇപ്പൊ ഒമിപ്രസോളോ പാൻഡോപ്രസോളോ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഇതല്ല ആക്ച്വലി നമ്മുടെ ഈ പ്രോട്ടോൺ പമ്പിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന സാധനം. ഈ PPI നമ്മൾ എപ്പോഴും ഫുഡിന് അരമണിക്കൂർ മുന്നേ കൊടുക്കുക. അതെല്ലാവരും ആലോചിച്ചിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് ഫുഡിന് ഹാഫ് ആൻ അവർ മുന്നേ കൊടുക്കുന്നത്? ആലോചിച്ചിട്ടുണ്ടോ? എപ്പോഴും നമ്മൾ പറയില്ല ബിഫോർ ബ്രേക്ക്ഫാസ്റ്റ് ഹാഫ് ആൻ അവർ മുന്നേ കൊടുക്കാനായിട്ട്. നമ്മൾ ഹാഫ് ആൻ അവർ മുന്നേ കൊടുത്തു കഴിഞ്ഞാൽ പ്രോട്ടോൺ പമ്പ്സ് PPI എന്ന് പറഞ്ഞ ഡ്രഗ് നമ്മുടെ സ്റ്റൊമക്കിന്റെ അവിടെ നിൽക്കും. പക്ഷെ ഇത് ആക്റ്റീവ് ഫോം അല്ല. ഇത് ആക്ടിവേറ്റ് ആവണമെങ്കിൽ HCl വേണം. HCl നമ്മൾ ഫുഡ് കഴിക്കുമ്പോൾ HCl സെക്രേറ്റ് ആവുമ്പോൾ ഈ HCl പോയിട്ട് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിനെ ആക്ടിവേറ്റ് ചെയ്തിട്ട് ഇതിനെ സൾഫെനമൈഡ് എന്ന് പറഞ്ഞ ഒരു കോംപ്ലക്സ്, സൾഫെനമൈഡ് ഈ സൾഫെനമൈഡിനെ ഉണ്ടാക്കും. ഈ സൾഫെനമൈഡ് എന്താണ് ചെയ്യുന്നത്? ഇതാണ് പോയിട്ട് ഈ പൊട്ടാസ്യം H+ATPase ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പൊ പ്രോട്ടോൺ പമ്പ്സിനെ ബ്ലോക്ക് ചെയ്തു. ഈ പ്രോട്ടോൺ പമ്പ്സിനെ ബ്ലോക്ക് ചെയ്ത് എന്താണ്? HCl പ്രൊഡക്ഷനേ ഉണ്ടാവുന്നില്ല. HCl പ്രൊഡക്ഷൻ ഒട്ടും ഉണ്ടാവുന്നില്ല. അങ്ങനെയാണ് ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കൊടുത്തത്. പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഹാഫ് ആൻ അവർ മുന്നേ കൊടുക്കുന്നതിന്റെ കാര്യം, പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ആർ ഇൻആക്റ്റീവ്, ദേ ആർ പ്രോ ഡ്രഗ്സ്. അപ്പോൾ ഇൻആക്റ്റീവ് ഫോമിനെ ആക്ടിവേറ്റ് ആക്കണമെങ്കിൽ കുറച്ച് ആസിഡ് വരും. അപ്പോൾ വയറ്റിൽ എപ്പോൾ കഴിക്കുന്നു അപ്പോഴാണ് ആസിഡ് വരുന്നത്. പിന്നെ നമുക്ക് വേറെ കൂടുതലായിട്ട് ചോദിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഇതിന്റെ ശരിക്കും ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് വെറും 1.5 hours അല്ലെങ്കിൽ 1.5 hours ഒക്കെ ഉള്ളൂ. പക്ഷെ നമ്മളിപ്പോൾ പാൻഡോപ്രസോൾ കൊടുക്കുമ്പോൾ വൺസ് എ ഡേ കൊടുക്കുക, അല്ലെ? പാൻഡോപ്പ് കൊടുക്കുമ്പോൾ OD ഡോസിങ് കൊടുക്കുക. കാരണം എന്താണ്? 1.5 hours ഡ്രഗ് നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്നേ ഉള്ളൂ, അത് കഴിഞ്ഞാൽ ഡിഗ്രേഡ് ആയിരിക്കും. പക്ഷെ വൺസ് എ ഡേ കൊടുക്കുന്നത് 24 മണിക്കൂറും 24 hours ആസിഡ് സപ്രഷൻ ഉണ്ടാവും.
കാരണം എന്താണെന്ന് പറയാൻ പറ്റുമോ? HCl secretion inhibit ചെയ്ത് പക്ഷെ 1.5 hours അല്ലേ ശരിക്ക് നിൽക്കേണ്ട ആവശ്യമുള്ളൂ. കാരണം അത് കഴിഞ്ഞ ഡ്രഗ് നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി. എന്തുകൊണ്ട് പക്ഷെ 24 മണിക്കൂർ നമുക്ക് ഡ്രഗ് ആസിഡ് സെക്രേഷൻ നിൽക്കുന്നു? ഇതും കോമ്പറ്റേറ്റീവ് എക്സാംസിലൊക്കെ ചോദിക്കുന്ന ഒരു സംഭവമാണ്. അതുകൊണ്ട് ഞാൻ പറയാം. കാരണം ഇത് ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞ് പെർമനന്റ്ലി ഈ സംഭവത്തിന് ഇൻഹിബിറ്റ് ചെയ്ത് കളഞ്ഞു. ഇനി നമ്മുടെ ശരീരം, നമ്മുടെ ബോഡി ഈ പുതിയ പമ്പ് സിന്തസൈസ് ചെയ്തില്ലെങ്കിൽ ആസിഡ് ശരീരത്തിൽ ഉണ്ടാവില്ല. അപ്പൊ നമ്മുടെ ബോഡി എല്ലാ 24 അവേഴ്സിലും പുതിയ പമ്പ്സിനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ 24 മണിക്കൂറിലേക്ക് ഈ പുതിയ പമ്പ് ഉണ്ടാവുന്നവരെ ഈ പമ്പ് ബ്ലോക്ക് ആയിരിക്കും, പെർമനന്റ്ലി ബ്ലോക്ക് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒരു വൺസ് ഡെയിലി ഡോസിങ് കൊടുക്കുന്നത് പാൻഡോപ്രസോളൊക്കെ. മനസ്സിലായോ? നമ്മൾ യൂഷ്വലി T12, ഇതിന്റെ നമ്മുടെ ശരീരത്തിൽ നിൽക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ 1.5 hours ഒക്കെ നിൽക്കുള്ളൂ. പക്ഷെ നമുക്ക് 24 അവേഴ്സിലേക്ക് ആസിഡ് സെപ്പറേഷൻ കിട്ടും. കാരണം ഇറ്റ് പെർമനന്റ്ലി ബ്ലോക്സ്, പമ്പിന്റെ പേര് H+, ATPase. ഈ പമ്പിനെ പെർമനന്റ്ലി ബ്ലോക്ക് ചെയ്യും. അപ്പൊ പുതിയത് സിന്തസൈസ് ചെയ്യുന്നവരെ, ന്യൂ പമ്പ് സിന്തസൈസ് ചെയ്യുന്നവരെ ഇത് ബ്ലോക്ക് ആണ്, പെർമനന്റ്ലി ബ്ലോക്ക് ആണ്. നമ്മുടെ ബോഡി എപ്പോഴും 24 അവേഴ്സിൽ പുതിയത് സിന്തസൈസ് ചെയ്തുകൊണ്ടിരിക്കും. അതുകൊണ്ടാണ് പാൻഡോപ്രസോൾ കോമൺലി വൺസ് ഡെയിലി ഡോസിംഗ് ആയിട്ട് കൊടുക്കുന്നത്. മനസ്സിലായോ? യെസ് സർ. ക്ലിയർ ആണോ? അപ്പൊ നമ്മൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിന്റെ മെക്കാനിസം ഓഫ് ആക്ഷൻ പഠിച്ചു. പ്രോട്ടോൺ പമ്പിന്റെ ആക്റ്റീവ് മോളിക്യൂൾ എന്താണ്? ആക്റ്റീവ് മോളിക്യൂളിന്റെ പേരെന്ന് പറയാമോ? സൾഫനമൈഡ്. ഓക്കെ. എന്തുകൊണ്ടാണ് പെർമനന്റ് ബ്ലോക്കേജ് ആണ് ചെയ്യുന്നത്? അതുകൊണ്ടാണ് വൺസ് ഡെയിലി ആയിട്ട് കൊടുക്കുന്നത്. മനസ്സിലായി? ഇനി നമ്മൾ ഇതിന്റെ മെയിൻ സൈഡ് എഫക്ട് എന്താണ് പ്രോട്ടോൺ പമ്പിന്റെ? ഇപ്പൊ നമുക്കറിയാം, വയസ്സായ അമ്മച്ചിമാരോ അപ്പച്ചന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് ഡെയിലി ഒരു പാരഡോപ്രസോൾ കഴിക്കാണ്ട് അവർക്ക് പറ്റില്ല അത്. കാരണം ഗ്യാസ് കയറുന്നു, ഭയങ്കര ഗ്യാസ്ട്രൈറ്റിസ് ആവുന്നു, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് പറയാം. അതിൽ യൂസ് പോകും. ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ലോങ് ടൈമിലേക്ക് കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയണത് നമുക്ക് എന്താണ് ഫ്രാക്ചർ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്, ബോണിന്റെ കട്ടി കുറയും. അതുകൊണ്ട് എന്തുണ്ടാവും? പെത്തോളജിക്കൽ ഫ്രാക്ചർ ഉണ്ടാവും. കാരണം ഓസ്റ്റിയോപോറോസിസ് ഉണ്ടാവും. പിന്നെ ഇതുണ്ടാക്കുന്ന പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ചില കാര്യങ്ങളിൽ കുറച്ച് സെക്ഷൽ സൈഡ് എഫക്ട്സ് കണ്ടുവരുന്നുണ്ട്. അതായത് ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ലോങ് ടേമിൽ യൂസ് ചെയ്യുമ്പോൾ ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഒക്കെ കണ്ടുവരുന്നു. പക്ഷെ ഇത് രണ്ടും ഇല്ലെങ്കിൽ ഇതൊരു വളരെ സേഫ് ആയിട്ടുള്ള ഡ്രഗാണ്. പക്ഷെ ലോങ് ടേമിലേക്ക് ആൾക്കാർ നിർത്താണ്ട് എടുത്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഓസ്റ്റിയോപോറോസിസും ഇറക്ടൈൽ ഡിസ്ഫങ്ഷനും കിട്ടും. അപ്പോൾ വയസ്സായ ആൾക്കാർക്ക് കൊടുക്കുന്നതിനെക്കാട്ടും ലോങ് ടേമിലേക്ക് അവർ കഴിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് അങ്ങനെ ഡെയിലി കഴിക്കരുതെന്ന് നമ്മൾ അഡ്വൈസ് ചെയ്യണം. കാരണം അവർക്ക് കുറച്ചാൾ കഴിഞ്ഞ് കാലുകൾ ഫ്രാക്ചർ ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഹീൽ ചെയ്യാൻ വളരെ ടൈം എടുക്കും. പിന്നെ അവർ ഒരു വട്ടം വീണ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിൽ നിന്ന് റിക്കവർ ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ വയസ്സായ ആൾക്കാർ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വാൺ ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിന്റെ സൈഡ് എഫക്ട്സ്. അപ്പൊ നമ്മൾ ഇനി പഠിച്ച ഈ സിമെറ്റഡിൻ ഓർമ്മയുണ്ടോ? H2 ബ്ലോക്കർ, സിമെറ്റഡിൻ H2 ബ്ലോക്കർ. ഈ സിമെറ്റഡിൻ, റാനിറ്റഡിൻ ഇതിനൊക്കെ കുറച്ച് നല്ല സൈഡ് എഫക്ട്സ് ഉണ്ട്. കാരണം ഇത് നമ്മുടെ ലിവറിലുള്ള CYP എൻസൈംസ് ഉണ്ടല്ലോ, എൻസൈംസിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് ബാക്കിയുള്ള ഡ്രഗ്സിന്റെ മെറ്റബോളിസം മാറ്റും. അതുകൊണ്ട് ഇത് കുറച്ച് ടോക്സിസിറ്റി ഉണ്ടാവും സിമെറ്റഡിൻ, റാനിറ്റഡിൻ. അപ്പൊ ഈ സിമെറ്റഡിൻ, റാനിറ്റഡിനൊക്കെ വേറൊരു പ്രശ്നം കൂടിയുണ്ട്. ഇത് ആന്റി ആൻഡ്രോജനിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിൽസിലെ ടെസ്റ്റോസ്റ്ററോണിനെ ഇൻഹിബിറ്റ് ചെയ്യും. അതുകൊണ്ട് മെയിൽസിൽ ഗൈനക്കോമാസ്റ്റിയ, ചെസ്റ്റിന്റെ അവിടെ ഗ്ലാൻസ് വളരും, ഫീമെയിലിന്റെ മാതിരി ബ്രസ്റ്റ് മാതിരി ആവുന്നു, ഗൈനക്കോമാസ്റ്റിയ ഉണ്ടാക്കുന്നു, ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാക്കുന്നു. പക്ഷെ വേറൊരു കുറച്ചും കൂടി കാര്യം പറയുകയാണെങ്കിൽ സിമെറ്റഡിൻ, റാനിറ്റഡിൻ ഒക്കെ ഈ യൂറോപ്യൻ കൺട്രീസിലും വേറെ കുറെ കൺട്രീസിലും ബാൻഡ് ആണ്. കാരണം അവിടെ ഇതിൻ്റെ ഉള്ളിൽ NDMA എന്ന് പറഞ്ഞൊരു കാർസിനോജനിക്, ഒരു ക്യാൻസർ ഫോമിംഗ് സംഭവം കണ്ടുപിടിച്ചിരിക്കും ചെറിയ ലെവൽ. അതുകൊണ്ട് ഈ ഡ്രഗ്സ് ഒക്കെ ബാൻഡാണ്. മനസ്സിലായി? ഇന്ത്യയിലും കുറച്ച് ബാനായി വരുന്നു. പക്ഷെ നമുക്കറിയാം സ്റ്റിൽ ഈ ഡ്രഗ്സ് ഒക്കെ അവൈലബിൾ ആണ്. ഇതിന് H2 ബ്ലോക്കേഴ്സിന് കോസ്റ്റ് വളരെ കുറവാണ്.
പക്ഷേ ഈ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്, ഈ പാൻഡോപ്പിനൊക്കെ ഒരു ടാബ്ലറ്റിന് 10 റുപ്പീസോ 8 റുപ്പീസോ വരും. ഇതിന് 1-2 രൂപ വരുന്നു. അപ്പൊ പുവർ പേഷ്യൻസിനൊക്കെയാണ് നമ്മൾ ഈ H2 ബ്ലോക്കേഴ്സ്, അവർക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർക്കാണ് ഇത് പ്രിസ്ക്രൈബ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ H2 ബ്ലോക്കേഴ്സ് പ്രിസ്ക്രൈബ് ചെയ്യാറില്ല. നമ്മളിപ്പോൾ കൂടുതലും യൂസ് ചെയ്യുന്ന, ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഡ്രഗ് എന്താണ്? പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ്. ഇത്രയൊക്കെയും ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഓക്കെ, അപ്പൊ നമ്മൾ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സിനെ പറ്റിയുള്ള കാര്യം. ഇനി നമുക്ക് അൾസറിന്റെ ട്രീറ്റ്മെന്റിൽ പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് ഒരു ഓപ്ഷനാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് ഇത് വൺ ഓഫ് ദ മെയിൻ ഡ്രഗ് ആണ്. അടുത്ത് നമ്മൾ കൊടുക്കാൻ പറ്റിയ ഡ്രഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൾസറിനെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഡ്രഗാണ്. അപ്പൊ നമ്മളെല്ലാവരും ഈ ഒരു ഡ്രഗിനെ പറ്റി കേട്ടിട്ടുണ്ടോ? സുക്രാൽഫേറ്റ് എന്ന് പറഞ്ഞ ഡ്രഗ്. ഈ സുക്രാൽഫേറ്റിന്റെ ഉള്ളിൽ നമുക്ക് എന്താണെന്ന് നമുക്ക് നോക്കാം. സുക്രാൽഫേറ്റിന്റെ ഉള്ളിൽ ഒരു സുക്രോസ് സൾഫേറ്റും നമ്മൾ ഇത്രയും ഓർത്താൽ മതി. സുക്രാൽഫേറ്റിന്റെ ഉള്ളിൽ സുക്രോസിന്റെ ഒരു മോളിക്യൂൾ ഉണ്ട്. ഇതിന്റെ കൂടെ തന്നെ ഇതിനുള്ളിൽ അലുമിനിയം ഹൈഡ്രോക്സൈഡ്. എന്താണ് അലൂമിനിയം ഹൈഡ്രോക്സൈഡ്. ഇത് കൊടുക്കുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ pH <4 അല്ല, 4-നും pH കുറവല്ല, ഹൈലി അസിഡിക് കണ്ടീഷൻ അല്ല. അപ്പൊ എന്തുണ്ടാവും? ഇത് രണ്ടും കൂടിയിട്ട് കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. ഇങ്ങനെ ഒരു കോംപ്ലക്സ് ഉണ്ടാക്കി. ഈ കോംപ്ലക്സ് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ അൾസർ ഉണ്ടല്ലോ, അൾസറിന്റെ ബേസിൽ ഇവിടെ പോയിട്ട് സ്റ്റിക്ക് ചെയ്തിരിക്കുമ്പോൾ ആസിഡിന് അൾസറിന് ആക്ട് ചെയ്യാൻ പറ്റില്ല. അൾസറിന്റെ മേലെ ഒരു കവറിങ് ഉണ്ടാക്കി. പക്ഷെ അത് മാത്രമല്ല, ഇതിനുള്ളിൽ പ്രോസ്റ്റാഗ്ലാൻഡിൻസ് അങ്ങനെ കുറെ സംഭവങ്ങൾ റിലീസ് ചെയ്യുന്നു. എന്നിട്ട് മൊത്തത്തിൽ ഈ അൾസറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. നമ്മളൊന്ന് ആലോചിക്കുകയാണെങ്കിൽ സുക്രാൽഫേറ്റ് എന്താ ചെയ്യുന്നത്? സുക്രോസിന്റെ അലുമിനിയം ഹൈഡ്രോക്സൈഡിന്റെ ഒരു കോമ്പിനേഷൻ ആണ്. ആസിഡ് കൺട്രീഷനിൽ വരുമ്പോൾ അതൊരു പോളിമറൈസ് ചെയ്തിട്ട് അതെന്ത് ചെയ്യും? ഒരു സ്റ്റിക്കി മെറ്റീരിയൽ ആയിട്ട് നമ്മുടെ അൾസറിന്റെ ബേസിൽ വന്ന് ഒട്ടിപ്പിടിച്ചിരിക്കുന്നു. അങ്ങനെ അൾസറിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. മനസ്സിലായോ? Yes, sir. ക്ലിയർ ആണോ? ഇതാണ് നമ്മുടെ സുക്രാൽഫേറ്റ്. ഓക്കെ, ഇനി അടുത്തൊരു സംഭവമാണ് CBS എന്ന് പറയും. CBS, അതായത് കൊളോയിഡൽ ബിസ്മത്ത് സാലിസിലേറ്റ്. ഈ കൊളോയിഡൽ ബിസ്മത്ത് സാലിസിലേറ്റും സിമിലർ മെക്കാനിസം തന്നെയാണ്. അൾസറിന്റെ ബേസ് ഉണ്ടല്ലോ, അൾസറിന്റെ ബേസിൽ പോയിട്ട് ഇങ്ങനെ പോളിമറൈസ് ചെയ്യുന്നില്ലേ, ഇവിടെ പോയിട്ട് ഇത് കുറച്ച് പ്രോട്ടീനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. ഈ പ്രോട്ടീൻ ഇങ്ങനെ ഇതിന്റെ മേലെ ഇങ്ങനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കും. ഈ പ്രോട്ടീൻ പ്രസിപ്പിറ്റേറ്റ് ചെയ്ത് കിടക്കുമ്പോൾ ഇത് അൾസറിനെ പ്രൊട്ടക്ട് ചെയ്യും. സിമ്പിൾ അല്ലേ? ഒരെണ്ണം ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നു, ഒരെണ്ണം പ്രോട്ടീനെ പ്രസിപ്പിറ്റേറ്റ് ചെയ്യുന്നു. രണ്ടും എന്താ ചെയ്യുന്നത്? അൾസറിനെ കവർ ചെയ്തിട്ട് അൾസറിനെ പ്രൊട്ടക്ട് ചെയ്യും. ഇനി കൊളോയിഡൽ ബിസ്മത്ത് സാലിസിലേറ്റിനുണ്ടല്ലോ, ഇത് H. പൈലോറിനെ ചെറുതായിട്ട് കൊല്ലാറുള്ള കുറച്ച് കഴിവുണ്ട്. ആന്റി H. പൈലോറി കുറച്ച് ആക്ഷൻ ഉണ്ട്. ഇത്രയും ഡീറ്റെയിൽ പഠിക്കണ്ട. CBSഉം കൊളോയിഡൽ ബിസ്മത്ത് സാലിസിലേറ്റും പിന്നെ സുക്രാൽഫേറ്റും എന്താ ചെയ്യുക? അൾസറിന്റെ മേലെ ഒരു കവറിങ് ഉണ്ടാക്കുന്നു, അൾസറിനെ പ്രൊട്ടക്ട് ചെയ്യും. ഓക്കെ ആണോ? ഓക്കെ ആണോ? Okay, sir. Okay, sir. നമ്മൾ അടുത്ത് കൊടുക്കുന്ന ഡ്രഗ് ആണ് നമ്മൾ ആസിഡ് ന്യൂട്രലൈസ് ചെയ്യുക. ആസിഡ് ന്യൂട്രലൈസ് ചെയ്യാൻ നമ്മൾ എന്താ കൊടുക്കുക? എൻറ്റാസിഡ് എന്ന് പറഞ്ഞ ബേസിക്കലി ഇത് എന്താണ്? ഇതൊരു ബേസ് ആണ് അല്ലെ? അപ്പൊ ആസിഡിന്റെ കൂടെ നമ്മൾ ബേസ് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ന്യൂട്രലൈസ് ചെയ്യും. അപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ആന്റാസിഡ്സിന്റെ കുറച്ച് പേരൊക്കെ ഉണ്ട്, നമുക്കൊന്ന് പഠിക്കാം. ഒന്ന് അലൂമിനിയം ഹൈഡ്രോക്സൈഡ് OH3, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. നമുക്കുള്ള മെയിൻലി യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ എന്തൊക്കെയാണ്? അലൂമിനിയം ഹൈഡ്രോക്സൈഡും പിന്നെയുള്ളത് എന്താണ്? മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് അല്ലേ?
അപ്പൊ ഈ രണ്ടും ബേസ് ആണ്. പക്ഷെ നമ്മൾ ഒരിക്കലും ഒരു അലുമിനിയം ഹൈഡ്രോക്സൈഡ് മാത്രമുള്ള ഒരു ആന്റാസിഡ് നമുക്ക് കാണില്ല. മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് മാത്രമുള്ള ഒരു ആന്റാസിഡ് നമുക്ക് കാണില്ല. നമുക്ക് ബേസിക്കലി ഇതിന്റെ കോമ്പിനേഷൻ ആണ് കാണുന്നത്. അപ്പോൾ യൂഷ്വലി എൻട്രൻസ് എക്സാമിനൊക്കെ പോകുന്ന ആൾക്കാരോട് ചോദിക്കുക, നമ്മൾ എന്തിനാണ് രണ്ട് ബേസ് കമ്പൈൻ ചെയ്യുന്നത്? വൈ ഡു കമ്പൈൻ ബോത്ത്? അപ്പൊ അതിനുള്ള ഒരു മെയിൻ റീസൺ ആണ് അലുമിനിയം എന്ന് പറയുന്ന സംഭവം സ്ലോലി ആക്ട് ചെയ്യുന്ന ഡ്രഗാണ്. സ്ലോലി ആക്ട് ചെയ്യും. പക്ഷെ മെഗ്നീഷ്യം ഫാസ്റ്റ് ആയിട്ട് ആക്ട് ചെയ്യും. ഇത് രണ്ടും ഒരുമിച്ച് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ഫാസ്റ്റ് ആൻഡ് പ്രൊലോങ്ഡ് ആക്ഷൻ കിട്ടും. ഫാസ്റ്റും ആണ്, കുറെ നേരം നിൽക്കുകയും ചെയ്യും, അല്ലേ? അപ്പൊ മെഗ്നീഷ്യം മാത്രം കൊടുക്കുക വെച്ചാൽ കുറച്ച് നേരം ആക്ട് ചെയ്തിട്ട് പോകും. അലുമിനിയം കൊടുത്തു കഴിഞ്ഞാൽ കുറെ നേരം കഴിഞ്ഞിട്ടാണ് ആക്ഷൻ തുടങ്ങുന്നത്, പക്ഷെ കുറെ നേരം നിൽക്കുകയും ചെയ്യും. പക്ഷെ രണ്ടും കൂടി കമ്പൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഫാസ്റ്റും ആണ്, പ്രൊലോങ്ഡ് ആക്ഷൻ കിട്ടും, അല്ലേ? ഇനി വേറൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അലുമിനിയം എന്ന് പറയുന്ന സാധനം കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. മെഗ്നീഷ്യം എന്ന് പറയുന്ന സംഭവം ഡയറിയ ഉണ്ടാക്കും. അപ്പോൾ ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നോർമലായിട്ട് ബാത്റൂമിൽ പോകും. അല്ലെങ്കിൽ പേഷ്യന്റ് ഇപ്പൊ അലുമിനിയം മാത്രം കൊടുക്കുകയാണെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ വരും, മെഗ്നീഷ്യം മാത്രം കൊടുക്കുകയാണെങ്കിൽ ഡയറിയ വരും. അതുകൊണ്ടാണ് നമ്മൾ മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡും അലുമിനിയം ഹൈഡ്രോക്സൈഡും കമ്പൈൻ ചെയ്യുന്നത്. അലുമിനിയം ഹൈഡ്രോക്സൈഡ് സ്ലോലി ആക്ടിംഗ് ആണ്, കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും. മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഫാസ്റ്റ്ലി ആക്ടിംഗ് ആണ്, ഡയറിയ ഉണ്ടാക്കും. അത് രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഗ്യാസ്ട്രിക് സൈഡ് എഫക്റ്റുകൾ ഉണ്ടാവില്ല. ഈ സ്ലോവും ഫാസ്റ്റും കൂടി വരുമ്പോൾ ഫാസ്റ്റ് ആക്ഷൻ ഉണ്ടാവും, പെട്ടെന്ന് ആക്ട് ചെയ്ത് തുടങ്ങുകയും ചെയ്യും, കുറേ നേരത്തേക്ക് ആക്ട് ചെയ്യുകയും ചെയ്യും. മനസ്സിലായോ? Yes, sir. ക്ലിയർ ആണ്? അപ്പൊ നമ്മൾ ഇത് ആന്റാസിഡ് ആണല്ലോ. ആന്റാസിഡിന്റെ സൈഡ് എഫക്ട്സ് എന്താണ്? ഞാൻ പറഞ്ഞില്ല, ഇതിപ്പോ ഒരു ആസിഡിന്റെ കൂടെ ഇതൊരു ബേസ് വന്ന് ആക്ട് ചെയ്യുന്നതാണല്ലോ. ഇത് എന്ത് ചെയ്യും? ഒരു കോംപ്ലക്സ് ഉണ്ടാക്കി ഇത് ന്യൂട്രലൈസ് ചെയ്യും. പക്ഷേ ഇത് നമ്മളിപ്പോ അയൺ സപ്ലിമെന്റ് കഴിക്കാൻ നിൽക്കുക, അയൺ സപ്ലിമെന്റ് കഴിക്കുകയാണെങ്കിൽ അയണിന്റെ കൂടെയും ആന്റാസിഡ് ഒരു കോംപ്ലക്സ് ഉണ്ടാക്കുന്നു. അങ്ങനെ അയണിന്റെ അബ്സോർപ്ഷൻ കുറയ്ക്കുന്നു. പറയൂ. ഇതേമാതിരി തന്നെ ഫ്ലൂറോക്വിനോൺസ്, ടെട്രാസൈക്ലിൻ, കീറ്റോകൊണസോൾ, ഇങ്ങനത്തെ ഡ്രഗുകളെല്ലാമായിട്ട് ഇത് കോംപ്ലക്സ് ഉണ്ടായിട്ട് ഇതിന്റെ എല്ലാത്തിന്റെയും അബ്സോർപ്ഷൻ കുറയ്ക്കും. ഇതാണ് ഇതിന്റെ മെയിൻ ആയിട്ട് വരുന്ന സൈഡ് എഫക്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളറിയാം, ഒരു ആസിഡും ബേസും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ എന്തുണ്ടാവും? ഫോമിംഗ് ഉണ്ടാവും, FOA, അല്ലെങ്കിൽ ഫ്രോത്തിങ് ഉണ്ടാവും. ഈ ഫ്രോത്തിങ് എന്ന് പറഞ്ഞാൽ കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുന്നു. കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തുണ്ടാവും? ഗ്യാസ് ഉണ്ടാവും. അതിനെയാണ് നമ്മൾ വിളിക്കുക ഫ്ലാറ്റുലൻസ് ഉണ്ട്. ഇതൊരു ഇമ്പോർട്ടൻറ്റ് സൈഡ് എഫക്ട് അല്ലേ? ആസിഡും ബേസും കൂടി കമ്പൈൻ ചെയ്യുമ്പോൾ ഒരു റിയാക്ഷൻ ഉണ്ടാകുമ്പോൾ നമുക്കറിയാം കാർബൺ ഡയോക്സൈഡ് റിലീസ് ചെയ്യും, ഗ്യാസ് വരും. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് മാറ്റാനായിട്ടാണ് നമ്മൾ കുറച്ച് ആന്റി ഫോമിങ് ഏജൻസ് എന്ന് പറഞ്ഞ സംഭവം കണ്ടുപിടിച്ചിട്ടുണ്ട്. ആന്റി ഫോമിങ് ഏജൻസ്, അതായത് ഈ ഗ്യാസ് വരുന്ന സംഭവം കുറയ്ക്കും, ഈ ഫോം വരുന്നത് കുറയ്ക്കും. ഇതിന്റെ എക്സാമ്പിൾ ആണ് സിമെത്തിക്കോൺ, ഡൈമെത്തിക്കോൺ. നമ്മൾ സിറപ്പ് ഒന്ന് നോക്കി അറിയാം, ഇതിന്റെ കോമ്പിനേഷൻ ആയിരിക്കും സിമെത്തിക്കോൺ, ഡൈമെത്തിക്കോൺ, അലുമിനിയം ഹൈഡ്രോക്സൈഡ്, മെഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. ഇതെല്ലാം കൂടി കമ്പൈൻ ചെയ്യാനുള്ള കാരണം ഇതാണ്. ഇത്രയൊക്കെ ക്ലിയർ ആണോ? Yes, sir. അപ്പൊ മെക്കാനിസം പഠിച്ചു, എന്തുകൊണ്ടാണ് നമ്മൾ കമ്പൈൻ ചെയ്യുന്നത് പഠിച്ചു, അതിന്റെ സൈഡ് എഫക്ട്സ് നമ്മൾ പഠിച്ചു, അല്ലെ? എന്റെ ഹാൻഡ് റൈറ്റിംഗ് അത്ര ലെജിബിൾ അല്ല, അല്ലെ? Yes, sir, able to read. കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കാം. ഇനി നമ്മൾ അവസാനം ഇപ്പൊ നമ്മളിപ്പോ പഠിച്ചത് നമ്മൾ എന്താണ്? നമ്മൾ ആസിഡ് കുറയ്ക്കാനായിട്ട് രണ്ട് രീതി. ഒന്ന് എന്താണ്? H2 ബ്ലോക്ക് ചെയ്യുക. രണ്ടാമത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റർ. മൂന്നാമത് എൻറ്റാസിഡ്, അല്ലെ? ആസിഡ് സബ്സ്റ്റിറ്റ്യൂഷൻ കുറയ്ക്കാനായിട്ട്. ഇനി പിന്നെ അൾസറിനെ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ഏജൻസി നമ്മൾ എന്താ പഠിച്ചത്? ഒന്ന് സുക്രാൽഫേറ്റ്, മറ്റേത് കൊളോയിഡ് ബിസ്മത്ത് സാലിസിലേറ്റ്, അല്ലെ? ഇത്രയാണ് നമ്മൾ പഠിച്ചേക്കുന്നത്, അല്ലെ? ഇനി നമുക്ക് ലാസ്റ്റ് എന്താണുള്ളത്? എച്ച് പൈലോറിനെ ട്രീറ്റ് ചെയ്യണം. എച്ച് പൈലോറി എന്ന് പറയുന്ന സംഭവം ഇത് കുറെ നാളെ നിന്നിട്ടുണ്ടെങ്കിൽ ക്യാൻസറും ഉണ്ടാക്കാമെന്ന് ഇപ്പോഴത്തെ സ്റ്റഡീസ് പറയുന്നുണ്ട്. മറ്റേ എച്ച് പൈലോറിക്ക് നമുക്ക് യൂഷ്വലി നമ്മൾ
എച്ച് പൈലോറി കിറ്റ്, HP കിറ്റ്. നമ്മളിപ്പോൾ പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യുന്ന ഇപ്പോൾ വാർഡിലാണെങ്കിലും OP യിലാണെങ്കിലും HP കിറ്റ് എന്ന് പറഞ്ഞ സാധനമാണ് യൂഷ്വലി കൊടുക്കാറ്. ഒരു കിറ്റ് ആയിട്ടാണ്, ഒരു കോമ്പിനേഷൻ തെറാപ്പിയാണ് കൊടുക്കുന്നത്. മൾട്ടിപ്പിൾ ഡ്രഗ്സ് ചെയ്തിട്ട് കോമ്പിനേഷൻ തെറാപ്പിയാണ് കൊടുക്കുന്നത്. ഈ തെറാപ്പി യൂഷ്വലി 2 വീക്സ് ആണ് കൊടുക്കുന്നത്, ലോങ് തെറാപ്പിയാണ്. അപ്പോൾ ഇതിൽ നമുക്ക് 2 റെജിമെൻ ഉണ്ട്. ഒന്നുള്ളതാണ് ട്രിപ്പിൾ റെജിമെൻ, മറ്റേതാണ് ക്വാഡ്രപ്പിൾ റെജിമെൻ. ഇതും മിക്ക എക്സാംസിനും ചോദിക്കാറുണ്ട്. കാരണം ഇന്ത്യയിൽ വളരെ കോമൺ ആയിട്ട്, അല്ലെങ്കിൽ ഓൾ ഓവർ ദ വേൾഡിൽ വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഇൻഫെക്ഷൻ ആണ് എച്ച് പൈലോറി. കുറെ ആൾക്കാർക്ക് നമുക്ക് വെറുതെ ടെസ്റ്റ് ചെയ്താലും ഇതുണ്ടാവും. പക്ഷെ അൾസർ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ട്രീറ്റ് ചെയ്യുള്ളൂ. മിക്ക നമ്മുടെ പോപ്പുലേഷനിൽ ടെസ്റ്റ് ചെയ്താലും ചിലപ്പോൾ പോസിറ്റീവ്. അപ്പൊ ട്രിപ്പിൾ തെറാപ്പിയിൽ 3 ഡ്രഗ്സ് ആണുള്ളത്. അതിന്റെ പേരാണ് CAL, CAL. അപ്പൊ C സ്റ്റാൻഡ്സ് ഫോർ ക്ലാരിത്രോമൈസിൻ, A stands for amoxicillin, L stands for lansoprazole. ഡോസ് ഇപ്പൊ പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ഡോസ് അറിഞ്ഞിരുന്നത് നല്ലതാണ്. പക്ഷെ അറ്റ്ലീസ്റ്റ് ഡ്രഗ്സിന്റെ പേര് എഴുതുന്നു. ട്രിപ്പിൾ തെറാപ്പിയിലത്തെ ഡ്രഗ്സ് എന്തൊക്കെയാണ്? MCQ ക്വസ്റ്റ്യൻസിലൊക്കെ വരുന്ന സംഭവമാണ്. 3 ഡ്രഗ് വരും. ചിലപ്പോൾ നമ്മൾ കൺഫ്യൂഷൻ ആക്കുന്നതായിട്ട് ക്ലാരിത്രോമൈസിൻ, അമോക്സിസിലിൻ, വേറെ എന്തെങ്കിലും ഡ്രഗിന്റെ പേര് വരും. അപ്പോൾ ക്ലാരിത്രോമൈസിൻ, അമോക്സിസിലിൻ, ലാൻസോപ്രസോൾ. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് ക്വാഡ്രപ്പിൾ തെറാപ്പി. ക്വാഡ്രപ്പിൾ തെറാപ്പി നമ്മൾ പഠിക്കണമെങ്കിൽ ടോം കാറ്റ് എന്നാണ് നമ്മൾ ഓർക്കുന്നത്. TOMC, ടോം കാറ്റ്. ടോം ഒരു കാറ്റാണ്. അപ്പൊ T എന്താണ്? ടെട്രാസൈക്ലിൻ. ഓക്കെ, O എന്താണ്? ഒമിപ്രസോൾ. M എന്താണ്? മെട്രോണിഡസോൾ. ഈ C നമ്മൾ വിചാരിക്കും ക്ലാരിത്രോമൈസിൻ ആണ്, പക്ഷെ ഒരിക്കലും C ക്ലാരിത്രോമൈസിൻ അല്ല. ഞാൻ പറഞ്ഞു, നമ്മുടെ ഈ CBS ഉണ്ടല്ലോ, കൊളോയിഡൽ ബിസ്മത്ത് സാലിസൈലേറ്റ്, ഇതിനൊരു ആന്റി എച്ച് പൈലോറി ആക്ഷൻ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ടാണ് ഇവിടെ C സ്റ്റാൻഡ്സ് ഫോർ കൊളോയിഡൽ ബിസ്മത്ത് സാലിസൈലേറ്റ്. ഓക്കെ, CBS. ആർക്കെങ്കിലും ഒന്ന് ട്രിപ്പിൾ തെറാപ്പിയും ക്വാഡ്രപ്പിൾ തെറാപ്പിയും ഒന്ന് സമ്മറൈസ് ചെയ്യാവോ? ഒരാളൊന്ന് ട്രിപ്പിൾ തെറാപ്പി എന്ന് പറയാവോ? Erythromycin, amoxicillin, lansoprazole. Amoxicillin, lansoprazole, clarithromycin. ഓക്കെ, ക്വാഡ്രപ്പിൾ ഒന്ന് പറയാവോ? Tetracycline, omeprazole, metronidazole, colloidal bismuth salicylate. കൊളോയിഡൽ ബിസ്മത്ത് സാലിസൈലേറ്റ്. അപ്പൊ ഇത് രണ്ടും ഒന്ന് ഓർത്ത് വെക്കുക. ഇത് നമ്മൾ ട്രിപ്പിൾ തെറാപ്പി ഒന്ന് CAL എന്ന് ഓർത്ത് വെക്കാം. ഇതിന് നമുക്ക് ടോം കാറ്റ് എന്ന് പറഞ്ഞിട്ട് ഓർത്ത് വെക്കാം. CAL, ടോം കാറ്റ്. പക്ഷെ ഇതിലത്തെ ടോം കാറ്റിൽ C ക്ലാരിത്രോമൈസിൻ അല്ല, CBS ആണ്. ഇത് നമ്മുടെ MCQൽ യൂഷ്വലി കണ്ടുവരുന്നതാണ്. ഈ 4 പകരം ക്ലാരിത്രോമൈസിൻ കൊടുക്കും. അപ്പൊ എല്ലാവരും ക്ലാരിത്രോമൈസിൻ ഭയങ്കര ഫെമിലിയർ നെയിം ആയതുകൊണ്ട് അത് ക്ലിക്ക് ചെയ്യാറുണ്ട്. അപ്പൊ അത് ഓർക്കാണ്ട് CBS ആണ് ഇതിന്റെ കറക്റ്റ് ആൻസർ. കേട്ടോ, ഇതാണ് നമുക്ക് മെയിൻലി നമ്മുടെ അൾസറിന്റെ ട്രീറ്റ്മെന്റിൽ നമ്മൾ അറിയേണ്ട ഒരു കാര്യം. അൾസർ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ അവസാനം അത് ബ്ലീഡിങ് ആവും. പിന്നെ നമുക്ക് ഇപ്പോൾ ഡുവോഡിനൽ അൾസർ ആണെങ്കിൽ ഡുവോഡിനത്തുള്ളത്, ഈ ഗ്യാസ്ട്രിക് അൾസർ ആണെങ്കിൽ, അതായത് സ്റ്റൊമക്കൽ അൾസർ ആണെങ്കിൽ അപ്പർ ജെ ബ്ലീഡിങ് വരും. നമ്മൾ ചോര ഛർദ്ദിക്കുക ചെയ്യും, ഹെമറ്റമെസിസ് ആയിട്ട് വരും. ഈ ഡുവോഡിനൽ അൾസർ ആണെങ്കിൽ നമുക്ക് ലോവർ ജെ ബ്ലീഡിങ് വരും. നമുക്ക് സ്റ്റൂളിൽ കൂടെ ബ്ലഡ് പോകും. പക്ഷെ നമ്മൾ ഈ ഡുവോഡിനത്തിൽ നിന്ന് വരുന്നതുകൊണ്ട്, അത് ഡൈജസ്റ്റ് ചെയ്ത് വരുന്നതുകൊണ്ട് ബ്ലാക്ക് കളർഡ് സ്റ്റൂൾസ് ആയിട്ടാണ് വരുന്നത്. രണ്ടിലും ബ്ലഡ് ലോസ് ഉണ്ടാവും കോംപ്ലിക്കേഷൻ വന്നു കഴിഞ്ഞാൽ. ഗ്യാസ്ട്രിക് അൾസറിലാണെങ്കിൽ ബ്ലഡ് വോമിറ്റ് ചെയ്യും. ഡുവോഡിനൽ അൾസർ ആണെങ്കിൽ ബ്ലാക്ക് സ്റ്റൂൾസ് ആയിരിക്കും പേഷ്യന്റ്. ക്ലിയർ ആയോ? നമുക്ക് ജസ്റ്റ് ഒന്നൊരു പെപ്റ്റിക് അൾസറിന്റെ ട്രീറ്റ്മെന്റ് മനസ്സിലായോ? ആ ലാസ്റ്റ് പറഞ്ഞ ഒന്നുകൂടെ പറയാമോ സർ? ഓക്കെ, അതിപ്പോ നമ്മള് തുടക്കത്തിലേക്ക് പോവാം. നമ്മളിപ്പോ ഇതിന്റെ രണ്ടിന്റെയും ഡിഫറൻസ് നമ്മൾ പറഞ്ഞല്ലോ. അതായത് ഗ്യാസ്ട്രിക് അൾസർ ഇവിടെയല്ലേ വരിക. ഈ ഗ്യാസ്ട്രിക് അൾസർ വന്നു കഴിഞ്ഞാൽ നമ്മളിത് പൊട്ടി ബ്ലീഡിങ് ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബ്ലഡ് വോമിറ്റ് ചെയ്യുക ചെയ്യും. അതിനെയാണ് ഹെമറ്റമെസിസ് വിളിക്കുന്നത്. പക്ഷെ ഡുവോഡിനൽ അൾസർ ആണെങ്കിൽ ഇതിന് മേലേക്ക് പോകാൻ പറ്റില്ല. കാരണം ഇവിടെ നമുക്കൊരു സ്ഫിങ്ക്ടർ ഉണ്ട്, ഇത് അടിയിലേക്ക് പോകും. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് വരുന്ന ഫ്രഷ് ബ്ലഡ് ആയിട്ടാണ് വരിക, പക്ഷെ നമുക്ക് ഡൈജസ്റ്റ് ആയി പോകും. ഇതിൻ്റെ ഉള്ളിൽ ഇവിടെ നടക്കും. എന്നിട്ട് ബ്ലാക്ക് കളർഡ് സ്റ്റൂൾസ്, ബാത്റൂമിൽ പോകുമ്പോൾ ബ്ലാക്ക് കളർഡ് സ്റ്റൂൾസ് ആയിട്ടാണ് പോകും.
Thank you, sir. അതിനെയാണ് നമ്മൾ മലീന എന്ന് വിളിക്കുക. നമ്മൾ പേഷ്യന്റ് നമുക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ആരെങ്കിലും പേഷ്യൻസ് ഇങ്ങനെ പറയുവാണെങ്കിൽ ഇപ്പൊ നമുക്ക് തന്നെ മനസ്സിലാക്കാം പേഷ്യന്റിന് ഗ്യാസ്ട്രിക് അൾസർ ആണോ അതോ ഡുവറൽ അൾസർ ആണോ. വളരെ കോമൺ ആയിട്ട് വരുന്ന സംഭവമാണ്. നമ്മൾക്ക് അറിയുന്ന ആൾക്കാരോട് ചോദിച്ചാലും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ഇവാലുവേറ്റ് ചെയ്യാം. ഇത് ക്ലിയർ ആണെങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. ആസ്മയിലേക്ക് പോവാം. സാർ ഏത് പേഷ്യന്റിനാണ് ട്രിപ്പിൾ എടുക്കുന്നത് അല്ലെങ്കിൽ ടെട്രപ്പിൾ എടുക്കുന്നത്? ട്രിപ്പിളും ക്വാഡ്രപ്പിളും അല്ലേ? നമുക്ക് ആക്ച്വലി രണ്ടും യൂസ് ചെയ്യാൻ പറ്റും. രണ്ടും ആക്ച്വലി യൂസ് ചെയ്യാൻ പറ്റും. ഒന്ന് അവൈലബിലിറ്റിയും പിന്നെ നമ്മൾ എന്താ പറയുക എത്ര നാളായിട്ടുണ്ടെന്ന് നോക്കിയിട്ടാണ് കൊടുക്കുക. രണ്ടും എഫക്റ്റീവ് ആണ് ആക്ച്വലി. ഇത് രണ്ടും ഒരുമിച്ച് കൊടുക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മൾട്ടിപ്പിൾ ആന്റിബയോട്ടിക്സ് കൊടുക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസിസ്റ്റൻസ് വരാം ഈ എച്ച് പൈലോറി. എച്ച് പൈലോറി എന്ന് പറഞ്ഞാൽ നമ്മൾ ചിലപ്പോൾ ഒരു ഡ്രഗിന് റെസിസ്റ്റന്റ് ആയിരിക്കും. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ക്ലാരിത്രോമൈസിൻ അമോക്സിസിലിൻ ഇതിൽ നോക്കുന്ന ടെട്രോസൈക്ലിൻ മെട്രോണിസം രണ്ടെണ്ണത്തിലും രണ്ട് ആന്റിബയോട്ടിക് ഉണ്ട്. രണ്ട് ആന്റിബയോട്ടിക് രണ്ട് മെക്കാനിസത്തിൽ കൂടിയാണ് ഒരു ബാക്ടീരിയനെ കൊല്ലുന്നത്. അപ്പോൾ ഈ നമുക്കിപ്പോൾ അറിയാം നമ്മളിപ്പോ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് എന്ന് പറയുന്ന സംഭവം വളരെ കോമൺ ആയിട്ടുള്ളതാണ്. നമ്മളിപ്പോൾ കൊടുത്താലും മരുന്ന് കൊടുത്താലും ആന്റിബയോട്ടിക്സ് കൊടുത്താലും പേഷ്യന്റ് അസുഖം മാറുന്നു. കാരണം ആന്റിബയോട്ടിക്കിന് മറികടക്കാനുള്ള മെക്കാനിസം ബാക്ടീരിയ കണ്ടുപിടിച്ചു. അപ്പൊ അങ്ങനെ ഒരു സംഭവം വരാണ്ടിരിക്കാനാണ് നമ്മൾ രണ്ട് രീതിയിൽ സെയിം ബാക്ടീരിയനെ കൊല്ലാൻ നോക്കുന്നത്. ഇപ്പൊ ക്ലാരിത്രോമൈസിൻ എന്താണ് ക്ലാരിത്രോമൈസിൻ ഒരു രീതിയിൽ ബാക്ടീരിയനെ കൊല്ലും, അമോക്സിസിലിൻ വേറെ രീതിയിൽ കൊല്ലും. അപ്പോൾ ഒരു രീതിനെ മറികടക്കാൻ ബാക്ടീരിയ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ മറ്റേ രീതിയിൽ ബാക്ടീരിയ മരിച്ചിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ട്രിപ്പിളും ക്വാഡ്രപ്പിളും ആയിട്ട് കൊടുക്കുന്നത്, മൾട്ടിപ്പിൾ റെസിനായിട്ട് റെസിസ്റ്റൻസ് വരാണ്ടിരിക്കും. ഓക്കെ, രണ്ടും കൊടുക്കാം. രണ്ടും കൊടുക്കേണ്ടത് എത്ര നേരം? 2 weeks ആണ് കൊടുക്കേണ്ടത്. 2 weeks കൊടുക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 6 weeksലേക്കും കൂടി നമ്മൾ എന്ത് പ്രോട്ടോൺ പമ്പ് ഇൻഹിബിറ്റേഴ്സ് കണ്ടിന്യൂ ചെയ്യും. അൾസർ ഹീലിംഗ് പ്രോപ്പറായി നടക്കുക. 2 weeks ആണ് ട്രിപ്പിളും ക്വാഡ്രപ്പിളും കൊടുക്കുക. അതായത് 6 weeks PPI മാത്രം കണ്ടിന്യൂ ചെയ്യും. ഓക്കെ, നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത ടോപ്പിക്കാണ് ബ്രോങ്കിയൽ ആസ്മ. ബ്രോങ്കിയൽ ആസ്മ നമുക്ക് ട്രീറ്റ്മെന്റ് പഠിക്കാനായിട്ട് മുന്നേ ബ്രോങ്കിയൽ ആസ്മ എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഈ ബ്രോങ്കിയൽ ആസ്മ ഇങ്ങനെയുള്ള ആൾക്കാരിലാണ് കാണാൻ പറ്റും. ഈ ബ്രോങ്കിയൽ ആസ്മ കാണുന്ന ഒരു കാറ്റഗറി ഓഫ് പീപ്പിൾ ഉണ്ട്. അവർക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. അതെന്താണെന്ന് ഞാൻ പറയാം. ഒന്ന്, അവർക്ക് അലർജി ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതൽ. അലർജി എന്ന് പറഞ്ഞാൽ തുമ്മല്, നിർത്താതെ തുമ്മല് വരെ. സ്കിൻ അലർജി ഉണ്ടാവാൻ വളരെ ചാൻസ് കൂടുതലാണ്. അതിന്റെ കൂടെ തന്നെ ബ്രോങ്കിയൽ ആസ്മ ഉണ്ടാവാൻ ചാൻസ് കൂടുതൽ. ഇത് മീൻസ് ബ്രോങ്കിയൽ ആസ്മ ഉണ്ടാവാനും ചാൻസ് കൂടുതലാണ്. ഇതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരെല്ലാവരും ജനറ്റിക്കലി പ്രീഡിസ്പോസ്ഡ് ആണ്. ഇങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ ഈ ഒരു കണ്ടീഷൻ നമ്മൾ വിളിക്കുന്നത് എടോപ്പി, അതായത് സെൻസിറ്റിവിറ്റി ടു അലർജി, സെൻസിറ്റിവിറ്റി ടു സ്കിൻ അലർജി അല്ലെങ്കിൽ സ്കിൻ ഡിസീസ്, കൂടാതെ തന്നെ നമ്മുടെ ബ്രോങ്കിയൽ സെൻസിറ്റൈസേഷൻ, നമ്മുടെ ലങ്സിൽ പെട്ടെന്ന് ബ്രോങ്കിയൽ ശ്വാസം മുട്ടുന്നുണ്ട്. ഇതിനെയാണ് നമ്മൾ എടോപ്പി എന്ന് വിളിക്കുക. അപ്പൊ ഇത് എല്ലാത്തിൻ്റെയും കാരണം എന്താണ്? ഈ ബ്രോങ്കിയൽ ആസ്മയുടെ മെയിൻ കാരണം എന്താണ്? ടൈപ്പ് 1 ഹൈപ്പർ സെൻസിറ്റിവിറ്റിയാണ്. ഇതെന്താണെന്ന് ഞാൻ പറയാം. ഇതിപ്പോ കുറെ ആൾക്കാർ നമ്മളിപ്പോ എല്ലാവരും നമുക്ക് അറിയുന്ന കുറച്ച് ആൾക്കാരെങ്കിലും ഇങ്ങനത്തെ ഒരു പ്രശ്നം അനുഭവപ്പെട്ട് കാണും. അപ്പൊ നമ്മൾ പൊടി അടിച്ചു കഴിഞ്ഞാൽ നിർത്താണ്ട് തുമ്മുക, അതേമാതിരി ചിലപ്പോൾ ശ്വാസം മുട്ട് മാറി വരിക. നമ്മൾ കുറെ ആൾക്കാർ എക്സ്പീരിയൻസ് ചെയ്യുന്ന സംഭവമാണ് അലർജിക് റൈനൈറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇത് എങ്ങനെയാ വരുന്നതെന്ന് ഞാൻ പറയാം. നമുക്കിപ്പോ ശരീരത്തിൽ ഒരു അലർജൻ ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ഒരു മോളിക്യൂൾ ഇതൊരു അലർജനാണ്, അലർജി ഉണ്ടാക്കുന്ന ഒരു മോളിക്യൂൾ. ഇത് നമ്മുടെ ബ്ലഡിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡിന്റെ ഉള്ളില് ഒരു സെല്ലുണ്ട്. ഈ അലർജിയൊക്കെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു സെല്ലാണ്. ഈ സെല്ലിന്റെ പേരെന്താണ്? മാസ്റ്റ് സെൽ എന്ന് വിളിക്കും. മാസ്റ്റ് സെൽ. ഈ മാസ്റ്റ് സെല്ലിന്റെ മേലെ ഒരു റിസപ്റ്റർ ഉണ്ട്. ഈ റിസപ്റ്ററിന്റെ പേരാണ് FC റിസപ്റ്റർ. ഈ അലർജൻ വന്നിട്ട് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള ഈ അറ്റോപിക് സെൻസിറ്റീവ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് ഈ അലർജൻ വന്നിട്ട് ഇവിടെ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മാസ്റ്റർ സെൽസ് എന്ത് ചെയ്യും? ഇത് പൊട്ടും. ഇത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ കുറെ കെമിക്കൽസ് റിലീസ് ചെയ്യും. ഒന്നാമത് റിലീസ് ചെയ്യുന്ന ഒരു കെമിക്കലാണ് ഹിസ്റ്റാമിൻ. പിന്നെ റിലീസ് ചെയ്യുന്ന സംഭവമാണ് നമ്മുടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കുറച്ച് കെമിക്കൽസ്.
ആ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്ന കെമിക്കൽസിന്റെ പേരെന്താണ്? ല്യൂക്കോട്രൈൻസ്, കൂടാതെ തന്നെ പ്രോസ്റ്റാഗ്ലാൻഡിൻസ്. ഇപ്പൊ ഹിസ്റ്റമീനും റിലീസ് ചെയ്യും, ല്യൂക്കോട്രൈനും റിലീസ് ചെയ്യും, പ്രോസ്റ്റാഗ്ലാൻഡിനും റിലീസ് ചെയ്യും. മനസ്സിലായോ? അലർജൻ വന്നിട്ട് മാസ്റ്റ് സെല്ലിന്റെ FC റിസെപ്റ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോൾ എന്തുണ്ടാവും? മാസ്റ്റ് സെൽസ് പൊട്ടും. മാസ്റ്റ് സെൽസ് പൊട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യും. പിന്നെ ഇൻഫ്ലമേഷന്റെ ഭാഗമായിട്ട് ല്യൂക്കോട്രൈൻസും പ്രോസ്റ്റാഗ്ലാൻഡിൻസും റിലീസ് ചെയ്യും. അപ്പൊ ഞാൻ നേരത്തെ ഇതിൽ പഠിച്ചു, ഹിസ്റ്റമിന് 2 റിസെപ്റ്റർ ഉണ്ട്. ഒന്ന് H1ഉം രണ്ടാമത് H2. H1 റിസെപ്റ്ററിൽ ആക്ട് ചെയ്ത് കഴിഞ്ഞാൽ അലർജിയുടെ എല്ലാ സിംറ്റംസും നമുക്ക് വരും. എന്താണ്? റെഡ്നെസ് വരും, സ്കിന്നിൽ റെഡ്നെസ് വരും, ഇച്ചിങ് വരും, ശ്വാസം മുട്ട് വരും, ബ്രെത്ത്ലെസ്നെസ് വരും. ഈ ബ്രെത്ത്ലെസ്നെസ് വരുന്നതിന്റെ കാരണം എന്താണ്? നമ്മുടെ ബ്രോങ്കസ്, നമ്മുടെ ലങ്സിന്റെ ശ്വാസകോശമാണെങ്കിൽ ഇത് യൂഷ്വലി തുറന്നിരിക്കണം, പക്ഷെ ഇത് കൺസ്ട്രക്റ്റ് ആവും, കുഞ്ഞിതാവും. കാരണം എന്താണ്? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. H2 റിസെപ്റ്ററിൽ ആക്ടിവേറ്റ് ചെയ്തുണ്ടാവും, ആസിഡ് സെക്രീഷൻ കൂടും, അല്ലേ? ഇത്രയും മനസ്സിലായോ? ക്ലിയർ ആണോ? എളുപ്പമല്ല, ഒന്നുമില്ല. ജസ്റ്റ് അലർജൻ വന്നിട്ടുണ്ടെങ്കിൽ മാസ്റ്റ് സെൽസിന്റെ ഉള്ളിൽ നിന്ന് ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നു, ല്യൂക്കോട്രൈൻ റിലീസ് ചെയ്യുന്നു, പ്രോസ്റ്റാഗ്ലാൻഡിൻ റിലീസ് ചെയ്യുന്നു. ഹിസ്റ്റമിൻ ആണ് അലർജിയുടെ കുറേ കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അത് ഹിസ്റ്റമിൻ റിലീസ് ചെയ്ത ശ്വാസം മുട്ട് വരും. ഓക്കെ, പിന്നെ ല്യൂക്കോട്രൈൻസും പ്രോസ്റ്റാഗ്ലാൻഡിൻസും. ആരെങ്കിലും ലൗഡ് സ്പീക്കർ ഓൺ ചെയ്തിട്ടുണ്ടോ? എക്കോ വരും. ഓക്കെ, അപ്പൊ ഞാൻ ഇനി ലങ്സിന്റെ ഒരു ഫിഗർ വരയ്ക്കാം. നമ്മുടെ ലങ്സ് ആണല്ലോ. ഈ ലങ്സിന്റെ ഉള്ളിൽ നമ്മുടെ ബ്രോങ്കസ് എടുത്തു. നമ്മൾ ഇങ്ങനെ ബ്രോങ്കസ്, ആൽവിയോളെ, അല്ലെ? ഈ ബ്രോങ്കസ്, ഈ ശ്വാസകോശം എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ശ്വാസകോശം നമ്മൾ ഇങ്ങനെ തുറന്നിരിക്കുകയായിരിക്കും, അല്ലെ? അതായത് നമ്മളിപ്പോൾ പടം വരയ്ക്കുകയാണെങ്കിൽ ഇങ്ങനെ ബ്രോങ്കസ് ഇങ്ങനെ തുറന്നിരിക്കുകയായിരിക്കും, ഓപ്പൺ ആയിരിക്കും, അല്ലെ? ഓപ്പൺ ആയിരിക്കും. അതുകൊണ്ട് എയർ ഇങ്ങനെ എൻട്രി പോകാൻ പറ്റും. പക്ഷെ ഹിസ്റ്റമിനും പ്രോസ്റ്റാഗ്ലാൻഡിനും ല്യൂക്കോട്രൈനൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ഈ സെയിം ശ്വാസകോശം അടഞ്ഞിരിക്കും, ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നടക്കും. അപ്പോൾ എയർ കുറച്ചേ പോവുള്ളൂ, അല്ലെ? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നടക്കും, എയർ കുറച്ചേ പോവുള്ളൂ. ഇതിനെന്താ വിളിക്കുക? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ, ബ്രോങ്കോ ഡയലേഷൻ. ഈ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എയർ മര്യാദയ്ക്ക് കിട്ടില്ല, അല്ലെ? എയർ മര്യാദയ്ക്ക് കിട്ടില്ല. ഇങ്ങനെ അടഞ്ഞിരിക്കും കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും ലങ്സിനുള്ളിൽ ഫ്ലൂയിഡ് ഉണ്ടാവുന്നുണ്ട്, മ്യൂക്കസ് ഉണ്ടാവുന്നുണ്ട്, അല്ലെ? യൂഷ്വലി നമുക്ക് കുറച്ച് ഫ്ലൂയിഡ് ഒക്കെ ഇവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ലങ്സിന്റെ ഉള്ളിൽ കുറേ ഇങ്ങനെ നമ്മുടെ ഹെയർ സെൽസ് ഉണ്ട്. ഈ ഹെയർ സെൽസ് പിന്നെ മേലേക്ക് കൊണ്ടുപോയിട്ട് മേലേക്ക് ക്ലിയർ ചെയ്ത് കളയും. എപ്പോഴും ക്ലിയർ ചെയ്ത്, ഫ്ലൂയിഡ്സ് ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്ത് കളയും. പക്ഷെ ബ്രോങ്കസ് ഇങ്ങനെ അടഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന കുറച്ച് സെക്രേഷൻസ്, നമ്മുടെ ബോഡിയിൽ എല്ലാവരും സെക്രേഷൻസ് ഉണ്ട്. ഈ സെക്രേഷൻസിനെ ക്ലിയർ ചെയ്യാൻ പറ്റില്ല. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ യൂഷ്വലി ഇത് തുറന്നിരിക്കുന്ന ലങ്സ് ആണ്, ഇത് അടഞ്ഞിരിക്കുന്ന ലങ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ലങ്സിന്റെ സെല്ലിനെ എന്ന് വരയ്ക്കാം. ഈ ഒരൊറ്റ ഫിഗർ പഠിച്ചു കഴിഞ്ഞാൽ ആസ്മയുടെ ട്രീറ്റ്മെന്റ് എല്ലാം പഠിക്കും. അതുകൊണ്ട് ഈ ഒരു ഫിഗർ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കണ്ടിരിക്കണം. ഇത് നമ്മുടെ ലങ്സ് ആണ് കേട്ടോ. ഇത് നമ്മുടെ ലങ്സിന്റെ, ഞാൻ വരയ്ക്കാൻ പോണത് എന്താണ്? ബ്രോങ്കസ് ആണ് വരയ്ക്കുന്നത്. ലങ്സിന്റെ ബ്രോങ്കസ് ആണ്, ഒരു ശ്വാസകോശമാണ് വരയ്ക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് മാസ്റ്റ് സെൽസ് ഉണ്ട്, അല്ലെ? മാസ്റ്റ് സെൽസ് ഉണ്ട്. എന്താണ് മാസ്റ്റ് സെൽസ്? അപ്പൊ അലർജി ഉള്ള ആൾക്കാർക്ക് മാസ്റ്റ് സെൽസ് പൊട്ടിയപ്പോൾ എന്തൊക്കെ റിലീസായി? ഹിസ്റ്റമിൻ റിലീസായി. പിന്നെ എന്തൊക്കെ റിലീസായി? ല്യൂക്കോട്രൈൻ റിലീസായി, പ്രോസ്റ്റാഗ്ലാൻഡിൻ റിലീസായി, അല്ലെ? ഞാൻ ഒരു കാര്യം പറയാം. ഈ ബ്രോങ്കസിന്റെ ഉള്ളിൽ ബ്രോങ്കസ് തുറന്നിരിക്കണമെങ്കിൽ നമുക്കൊരു മോളിക്യൂൾ വേണം. അതിന്റെ പേരാണ് CAMP. ഈ ക്യാമ്പ് എന്ന് പറഞ്ഞ സാധനം കൂടിയിരുന്ന് കഴിഞ്ഞാൽ ബ്രോങ്കസ് തുറക്കും. പക്ഷെ കാൽഷ്യം വന്നു കഴിഞ്ഞാൽ ബ്രോങ്കസ് അടയും. കാൽഷ്യം വന്ന് എന്തുണ്ടോ? ബ്രോങ്കസ് ക്ലോസ് ആവും. CAMP വന്നു കഴിഞ്ഞാൽ ബ്രോങ്കസ് തുറന്നിരിക്കും. എന്താണ്? നമ്മുടെ ബ്രോങ്കസ് തുറന്നിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം?
നമ്മുടെ എയർവേ തുറന്നിരിക്കണമെങ്കിൽ നമുക്ക് എന്ത് വേണം? CAMP. എന്താണ് വേണ്ടത്? ക്യാമ്പ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ CAMPയുടെ അളവ് കൂടുതലാണെങ്കിൽ ബ്രോങ്കസ് തുറന്നിരിക്കും. അപ്പൊ ഇൻക്രീസ് CAMP. ഓക്കെ, ബ്രോങ്കസ് അടഞ്ഞിരിക്കുമ്പോൾ എന്താണ്? ഇൻക്രീസ് കാൽഷ്യം. കാൽഷ്യം കൂടിയുണ്ടെങ്കിൽ കാൽഷ്യം അടച്ചിടും എല്ലാത്തിനും, അല്ലെ? കാൽഷ്യം തുറന്നിരുന്നു കഴിഞ്ഞാൽ അടയ്ക്കും, CAMP കൂടി കഴിഞ്ഞാൽ തുറക്കും. ഇത്രയും നമ്മൾ മനസ്സിലാക്കും. ഓക്കെ, അപ്പൊ നമ്മുടെ മെയിൻലി നമുക്കൊരു ആസ്മ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഹിസ്റ്റമിൻ വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഹിസ്റ്റമിൻ വന്നു കഴിഞ്ഞാൽ ബ്രോങ്കസിനെ അടയ്ക്കും, ബ്രോങ്കസിനെ ക്ലോസ് ആക്കും. മനസ്സിലായി? അപ്പൊ എന്താണ് ഹിസ്റ്റമിൻ എന്താ ചെയ്യുന്നത്? കാൽഷ്യത്തിന്റെ അളവ് കൂട്ടും. കാൽഷ്യത്തിന്റെ അളവ് കൂട്ടിയിട്ടുണ്ടെങ്കിൽ ബ്രോങ്കസ് അടയും. കുറച്ചും കൂടി ഒന്ന് എളുപ്പമാക്കാനായിട്ട് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയാം. ഈ ല്യൂക്കോട്രൈൻ പോയിട്ട് ഈ ബ്രോങ്കസിന്റെ ഉള്ളിലേക്ക് കയറുവാണെങ്കിൽ, ഇവിടെ നമ്മുടെ ല്യൂക്കോട്രൈൻ്റെ റിസെപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ല്യൂക്കോട്രൈൻ ഉള്ളിലേക്ക് കയറുവാണെങ്കിൽ ഇത് എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കാൽഷ്യത്തിന്റെ അളവ് കൂട്ടും. ല്യൂക്കോട്രൈൻസ് കാൽഷ്യത്തിന്റെ അളവ് കൂട്ടി എന്തുണ്ടാവുക? Bronchoconstriction. ബ്രോങ്കോകൺസ്ട്രക്ഷൻ. ഇതേമാതിരി തന്നെ നമുക്ക് വേറെ സിസ്റ്റം ഉണ്ട്, കോളിനർജിക് സിസ്റ്റം ഉണ്ട്. അത് ഈ മസ്കാരനിക് സിസ്റ്റം എന്ന് പറയും. കോളിനർജിക് സിസ്റ്റം കേട്ടിട്ടുണ്ടോ? കോളിനർജിക് സിസ്റ്റത്തിൽ മസ്കാരനിക് എന്ന് പറഞ്ഞ കുറച്ച് മുഴുക്കുണ്ട്. അതായത് നമ്മളിപ്പോ ഒന്ന് റിലാക്സ് ചെയ്തിരിക്കുകയാണ്, നമ്മുടെ ബോഡിയിൽ ഉള്ള എന്താ പറയാ, അഡ്രിനാലിൻ കേട്ടിട്ടില്ലേ? അഡ്രിനാലിനും കേട്ടിട്ടുണ്ട്, കോളിനർജിക് സിസ്റ്റമും കേട്ടിട്ടുണ്ട്. ഈ കോളിനറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ ചുമ്മാ വെറുതെ റിലാക്സ് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് റിലാക്സ് ചെയ്തിരിക്കുമ്പോൾ നമുക്ക് ലങ്സ് അധികം ബ്രീത്ത് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നടത്തുന്ന സാധനമാണ് കോളിനറി സിസ്റ്റം. അഡ്രിനാലിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി ആയിട്ട് നമ്മൾ ഓടുക, ചാടുക, ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നന്നായി എയർവേ ഓപ്പണിംഗ് വേണം. അപ്പൊ എന്തുണ്ടാവും? ഇത് ബ്രോങ്കോ ഡയലറ്റേഷൻ നടത്തും. ഇത് ഞാൻ പറയട്ടെ, ഇവിടെ നമ്മുടെ കോളിനറി സിസ്റ്റത്തിന്റെ മസ്കാരനിക് റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഓക്കെ, ഈ മസ്കാരനിക് റിസെപ്റ്റേഴ്സ് ആക്ടിവേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇത് വീണ്ടും കാൽഷ്യത്തിന്റെ അളവ് കൂട്ടും. കാൽഷ്യത്തിന്റെ അളവ് കൂട്ടി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നടക്കും, അല്ലേ? ക്ലിയർ ആണോ? ല്യൂക്കോട്രൈൻസ് എന്താ ചെയ്യുന്നത്? ല്യൂക്കോട്രൈൻസ് വന്നിട്ട് ബ്രോങ്കസിന്, അതായത് എയർവേയിൽ കണക്ട് ആയിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? കാൽഷ്യത്തിന്റെ അളവ് കൂടും. കാൽഷ്യത്തിന്റെ അളവ് കൂടി കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നടക്കും. അതേമാതിരി തന്നെ മസ്കാരനിക് റിസെപ്റ്റേഴ്സ് ഉണ്ട്. എന്ത് റിസെപ്റ്റേഴ്സ് ഉണ്ട്? മസ്കാരനിക് റിസെപ്റ്റേഴ്സ്. നമ്മൾ ക്ലിയർ ആയിട്ട് ചെയ്താൽ മസ്കാരനിക് റിസെപ്റ്റേഴ്സ് ഉണ്ട്. മസ്കാരനിക് റിസെപ്റ്റേഴ്സിൽ വന്ന് ബൈൻഡ് ചെയ്ത് എന്തുണ്ടാവും? കാൽഷ്യത്തിന്റെ അളവ് കൂട്ടും. കാൽഷ്യത്തിന്റെ അളവ് കൂടി എന്തുണ്ടാവും? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാവും. അപ്പൊ ഈ മസ്കാരനും ലങ്സിന് പൊട്ടയാണ്, ല്യൂക്കോട്രൈനും ലങ്സിന് പൊട്ടയാണ്. അപ്പൊ നമുക്ക് ട്രീറ്റ്മെന്റ് നമുക്കിപ്പോ ഈ ഹിസ്റ്റമിനും വന്നിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? കാൽഷ്യത്തിന്റെ അളവ് കൂട്ടും, ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നടത്തും. അപ്പൊ ഹിസ്റ്റമിനും പൊട്ടയാണ്, ല്യൂക്കോട്രൈനും പൊട്ടയാണ്, മസ്കാരനും ലങ്സിന് പൊട്ടയാണ്. അപ്പൊ നമുക്കൊരു ആസ്മ ട്രീറ്റ് ചെയ്യണമെങ്കിൽ ല്യൂക്കോട്രൈനെ ബ്ലോക്ക് ചെയ്താൽ പോരെ? ഒന്ന് ആലോചിച്ച് നോക്കി, ല്യൂക്കോട്രൈനെ ബ്ലോക്ക് ചെയ്താൽ എന്താ ഉണ്ടാവുക? ല്യൂക്കോട്രൈനെ നമ്മൾ ബ്ലോക്ക് ചെയ്തു, അപ്പൊ കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞില്ലേ? അപ്പൊ കാൽഷ്യത്തിന്റെ അളവ് കുറയൂലേ? കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞ എന്തുണ്ടാവുക? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ഉണ്ടാവില്ല, ബ്രോങ്കോ ഡയലറ്റേഷൻ നടക്കും, അല്ലെ? ആസ്മയുടെ പ്രശ്നം എന്താണ്? ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആയിട്ടിരിക്കുന്നതാണ് പ്രശ്നം. അപ്പൊ നമ്മൾ ല്യൂക്കോട്രൈനെ ബ്ലോക്ക് ചെയ്ത് എന്തുണ്ടാവും? കാൽഷ്യത്തിന്റെ അളവ് കുറയില്ലേ? കാൽഷ്യത്തിന്റെ അളവ് കുറഞ്ഞു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബ്രോങ്കോ ഡയലറ്റേഷൻ നടക്കില്ല. മനസ്സിലായില്ലേ? അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഫസ്റ്റ് ക്ലാസ് ഓഫ് ഡ്രഗിന്റെ പേരെന്താണ്? ല്യൂക്കോട്രൈൻ റിസെപ്റ്റർ ആന്റഗോണിസ്റ്റ്. ഈ ല്യൂക്കോട്രൈന്റെ റിസെപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യും, ഇവിടെ വന്ന് ബ്ലോക്ക് ചെയ്യും. ഈ ഡ്രഗിന്റെ പേരെന്താണ്? ല്യൂക്കോട്രൈൻ റിസെപ്റ്റർ ആന്റഗോണിസ്റ്റ്, അല്ലേ? പേരെന്താണ് ഡ്രഗിന്റെ? എല്ലാവരും ഈ ഡ്രഗ് കേട്ടിട്ടുണ്ടോ? ഇതിന്റെ പേര് എന്താണ്? മോണ്ടിലൂക്കാസ്. എല്ലാവരും കേട്ടിട്ടുണ്ടോ, അല്ലെ? മോണ്ടിലൂക്കാസ് എന്താണ് ചെയ്യുന്നത്? ല്യൂക്കോട്രൈൻ റിസെപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുന്നു. ല്യൂക്കോട്രൈൻ റിസെപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യുമ്പോൾ കാൽഷ്യത്തിന്റെ അളവ് കുറയുന്നു, ബ്രോങ്കോ കൺസ്ട്രക്ഷൻ നടക്കില്ല, പകരം ബ്രോങ്കോ ഡയലറ്റേഷൻ നടക്കുന്നു. സിമ്പിൾ അല്ലേ? ഇനി മസ്കാരനിക് റിസെപ്റ്റേഴ്സ് ഉണ്ട്, അല്ല? ഈ മസ്കാരനിക് റിസെപ്റ്റേഴ്സും പൊട്ടയാണ്, അത് കാൽഷ്യത്തിന്റെ അളവ് കൂട്ടുന്നു. നമ്മൾ മസ്കാരനിക് റിസെപ്റ്റേഴ്സിനെ ബ്ലോക്ക് ചെയ്യുക, അതിനെയാണ് മസ്കാരനിക് ആന്റഗോണിസ്റ്റ്.
ആന്റഗോണിസ്റ്റ് എന്ന് വിളിക്കും. മസ്കാരിനിക് റിസപ്റ്ററിനെ ബ്ലോക്ക് ചെയ്യും. മസ്കാരിനിക് ആന്റഗോണിസ്റ്റ്. ഇതിന്റെ എക്സാമ്പിൾ എല്ലാവരും കേട്ടിട്ടുണ്ടോ? എന്തൊക്കെയാണ്? ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ് കേട്ടിട്ടില്ലേ? തയോട്രോപ്പിയം ബ്രോമൈഡ് എല്ലാവരും കേട്ടില്ലേ? ഇപ്രാവെന്റ്, നമ്മൾ എമർജൻസി വരുമ്പോൾ ഇപ്രാവെന്റ് കൊടുക്കാറില്ല. അതാണ് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ്. ഇപ്രാട്രോപ്പിയം ബ്രോമൈഡും തയോട്രോപ്പിയം ബ്രോമൈഡും. നമ്മളിപ്പോ പഠിച്ച രണ്ട് കാര്യങ്ങളൊന്ന് പറയാമോ? ഫസ്റ്റ് പഠിച്ചത് നമ്മൾ എന്താണ്, ഇവിടെ ഉള്ള റിസപ്റ്ററിന്റെ പേരെന്താണ്? ല്യൂക്കോട്രൈൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. ല്യൂക്കോട്രൈൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റിന്റെ പേരെന്താണ്? മോണ്ടിലൂക്കാസ്റ്റിന്റെ മെക്കാനിസം എന്താണ്? കാൽഷ്യം ഡിക്രീസ് കാൽഷ്യം ലെവൽ. അപ്പൊ ലീഡിങ് ടു ബ്രോങ്കോ ഡയലറ്റേഷൻ. വളരെ എളുപ്പമല്ലേ? ജസ്റ്റ് ഇമേജ് ഒന്ന് പഠിച്ചാൽ പോരെ. ഇനി ഇവിടെയുള്ള വേറെ റിസപ്റ്ററിന്റെ പേരെന്താണ്? മസ്കാരിനിക് റിസപ്റ്റർ. അപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഡ്രഗിന്റെ പേരെന്താണ്? മസ്കാരിനിക് റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. ഇതിന്റെ എക്സാമ്പിൾ ഒന്ന് പറയാമോ? ഓക്കെ, ഒന്ന് ഇപ്രാവെന്റ് അല്ലെങ്കിൽ ഇപ്രാട്രോപ്പിയം, പിന്നെ വരുന്ന തയോട്രോപ്പിയം. ഞാൻ എന്തുകൊണ്ടാണ് രണ്ടും കുറച്ചൊന്ന് മാറ്റി എഴുതിയെന്നത്? തയോട്രോപ്പിയം എന്തുകൊണ്ടാണ് ഞാൻ കുറച്ച് നീക്കി എഴുതിയെന്ന് പറയാൻ പറ്റും? എന്തുകൊണ്ടാണ്? ആർക്കെങ്കിലും ഒന്ന് പറയാൻ പറ്റും? ഇപ്രാട്രോപ്പിയം തയോട്രോപ്പിയം. കാരണം ഇപ്രാട്രോപ്പിയം ഷോർട്ട് ആക്ടിങ് ആണ്. അതുകൊണ്ട് നമ്മൾ എന്താ വിളിക്കുക? ഷോർട്ട് ആക്ടിങ് മസ്കാരിനിക് ആന്റഗോണിസ്റ്റ്. അതായത് സാമ. നമ്മളിപ്പോ എല്ലായിടത്തും സാമ എന്ന് പറയും. കാരണം നമ്മൾ എമർജൻസി വരുമ്പോൾ പേഷ്യന്റിന് സാമയെ കൊടുക്കും. സാമ കൊടുത്തേക്ക് പെട്ടെന്ന് ആക്ട് ചെയ്യും. പക്ഷെ തയോട്രോപ്പിയം ഇതെന്താണ്? ലാമയാണ്. ലാമ അതായത് ലോങ് ആക്ടിങ് മസ്കാരിനിക് ആന്റഗോണിസ്റ്റ്. നമ്മൾ COPD പേഷ്യൻസിന് നമ്മൾ ടയോവ എന്നൊക്കെ പറഞ്ഞ ഇൻഹേലർ കണ്ടിട്ടില്ല. ലോങ് ആക്ടിങ് ആയിട്ട് അവർക്ക് ബ്രോങ്കോഡൈലറ്റേഷൻ കിട്ടാൻ വേണ്ടി കൊടുക്കുന്നത്. ക്ലിയർ ആണോ എല്ലാവർക്കും? സാമിയും ലാമയും ക്ലിയർ ആണോ? ക്ലിയർ ആണോ? സാമയാണ് ഇപ്രാട്രോപ്പിയം ബ്രോമൈഡ്, ലാമയാണ് ടയോട്രോപ്പിയം ബ്രോമൈഡ്. ഓക്കെ അല്ലേ? ഇനി ഞാൻ പറയാം. ഇതിപ്പോ ബ്രോങ്കസിൽ ഇവിടെ അടുത്തൊരു റിസപ്റ്റർ ഉണ്ട്. ഇതൊരു നല്ല റിസപ്റ്റർ കേട്ടോ, നല്ല റിസപ്റ്റർ. ഈ റിസപ്റ്റർ വിളിക്കുന്നത് β2 റിസപ്റ്റർ. ബീറ്റ റിസപ്റ്റർ എന്ന് പറഞ്ഞാൽ അഡ്രിനാലിന്റെ റിസപ്റ്ററാണ് അല്ലെ? ഈ ബീറ്റ റിസപ്റ്ററിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാന്ന് അറിയോ? ബീറ്റ റിസപ്റ്റർ വന്ന് നമ്മൾ ആക്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ CAMP കൂട്ടും. CAMP കൂടി എന്താ ഉണ്ടാവുക? ബ്രോങ്കോഡൈലറ്റേഷൻ ഉണ്ടാവും. അപ്പൊ β2 റിസപ്റ്ററിനെ നമ്മൾ എന്ത് ചെയ്യണം? അഗോണിസ്റ്റ് ചെയ്യണം. β2 റിസപ്റ്ററിന്റെ അഗോണിസ്റ്റ് വേണം. അപ്പൊ നമ്മൾ β2 റിസപ്റ്ററിന്റെ അഗോണിസ്റ്റിന്റെ പേര് നമുക്ക് ഇവിടെ വരയ്ക്കാം. β2 റിസപ്റ്റർ അഗോണിസ്റ്റ്. β2 റിസപ്റ്ററിന്റെ അഗോണിസ്റ്റിന്റെ പേര് എന്തൊക്കെയാണ്? സാൽബ്യൂട്ടമോൾ. എല്ലാവരും കേട്ടിട്ടില്ലേ? ഇത് നമ്മൾ വേറൊരു സംഭവം കേട്ടില്ലേ? ഫോർമെട്രോൾ. രണ്ടും എന്താണ്? β2 റിസപ്റ്ററിനെ ആക്ടിവേറ്റ് ചെയ്യുന്ന സാധനമാണ് അല്ലെ? ഈ സാൽബ്യൂട്ടമോളും ഫോർമെട്രോളും ഞാൻ എന്തുകൊണ്ട് നീക്കി എഴുതിയെന്ന് പറയാൻ പറ്റും? ആർക്കെങ്കിലും റീസൺ പറയാൻ പറ്റും? രണ്ടും β2 റിസപ്റ്റർ അഗോണിസ്റ്റ് ആണ്. എന്തുകൊണ്ടാണ് ഞാൻ നീക്കി എഴുതിയേക്കുന്നത്? എക്സാക്ട്ലി. സാൽബ്യൂട്ടമോൾ ഈസ് ഷോർട്ട് ആക്ടിങ്. എന്താണ്? ഷോർട്ട് ആക്ടിങ് ബീറ്റ അഗോണിസ്റ്റ്. സാബ അല്ലെ? എന്താണ്? സാബയാണ്. ഫോർമെട്രോളോ ലോങ് ആക്ടിങ് ബീറ്റ അഗോണിസ്റ്റ് ആണ്. അതെന്താണ്? ലാഭ. എളുപ്പമല്ലേ? പഠിച്ചില്ലേ? സാൽമെട്രോളും പഠിച്ച് ഫോർമെട്രോളും പഠിച്ചില്ലേ? ഷോർട്ട് ആക്ടിങ് ലോങ് ആക്ടിങ്. അപ്പൊ നമ്മൾ എമർജൻസിയിൽ വരുന്ന പേഷ്യന്റിന് എപ്പോഴും നമ്മൾ നെബുലൈസേഷൻ കൊടുക്കുന്നത് സാൽബ്യൂട്ടമോൾ നെബുലൈസേഷൻ ആണ് കൊടുക്കുന്നത്. കാരണം ഷോർട്ട് ആക്ടിങ് ആണ്. അതേമാതിരി തന്നെ എമർജൻസിയിൽ ബ്രെത്ത്ലെസ് വരുമ്പോൾ നമ്മൾ സാൽബ്യൂട്ടമോളും ഇപ്രാവെന്റും കൊടുക്കും. കാരണം എന്താണ്? അത് ഷോർട്ട് ആക്ടിങ് ആണ്. പെട്ടെന്ന് റിലീഫ് കിട്ടും.
പക്ഷെ നമ്മളൊരു പേഷ്യന്റ് ഇൻഹേലർ പ്രിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മളെപ്പോഴും ആസ്മ പേഷ്യന്റ് ആണെങ്കിൽ ഫോർമെട്രോൾ ആണ് കാണുന്നത്. COPD പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ ടയോട്രോപ്പിയം ബ്രോമൈഡ് ആണ് കാണുന്നത്. കാരണം എന്താണ്? അത് ലോങ് ആക്ടിങ്. ഇത്രയും പിടികിട്ടിയോ? Yes. ഇനി നമ്മൾ ഈ CAMP നമ്മുടെ ശരീരം ഡീഗ്രേഡ് ചെയ്ത് കളയുന്ന ഒരു എൻസൈമാണ്. CAMPനെ ഡീഗ്രേഡ് ചെയ്ത് കളയുന്ന ഒരു എൻസൈമാണ്. അതിന്റെ പേരാണ് ഫോസ്ഫോഡയസ്ട്രേസ് 4. എന്താണ് എൻസൈമിന്റെ പേരെന്താണ്? ഫോസ്ഫോഡയസ്റ്ററേസ് 4. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, നമുക്ക് ഈ ഫോസ്ഫോഡയസ്ട്രേസ് എൻസൈമിനെ ഇതിനെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തുണ്ടാവും? ഈ എൻസൈമിനെ ബ്ലോക്ക് ചെയ്ത് എന്തുണ്ടാവും? കാരണം ഇത് ഡിഗ്രേഡ് ആയി പോവില്ല. ഡിഗ്രേഡ് ആയി Energy പോയില്ലെങ്കിൽ കുറയും. CAMPയുടെ അളവ് കൂടും അല്ലേ? വീണ്ടും CAMPയുടെ അളവ് കൂടും. അപ്പൊ ഇങ്ങനെ CAMPയുടെ അളവ് കൂട്ടുന്ന കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. അതിന്റെ പേരാണ് മീഥൈൽ സാൻതീൻസ്. മീഥൈൽ സാൻതീൻസ്. അതിന്റെ എക്സാമ്പിൾ എല്ലാവർക്കും അറിയാം. തിയോഫൈലിൻ, കാഫീൻ. അതുകൊണ്ടാണ് നമ്മൾ തിയോഫിലിൻ എന്താ നമ്മുടെ ചായയിൽ പ്രസന്റ് ആണ്. അതുകൊണ്ടാണ് നമ്മൾക്ക് ഈ ആസ്മയുള്ള ആൾക്കാർ ചായ കുടിക്കുമ്പോൾ കുറച്ചൊരു ബെറ്റർമെന്റ് കിട്ടുന്നു. മനസ്സിലായോ? ഇത്രയും മനസ്സിലായോ? സാർ അതൊന്നുകൂടെ പറയും. ഓക്കെ. ഈ CAMPനെ ഡിഗ്രേഡ് ചെയ്ത് കളയുന്ന എൻസൈമിന്റെ പേരെന്താണ്? PDE4, ഫോസ്ഫോഡയസ്ട്രേസ് 4 ആണ്. CAMPനെ നമ്മുടെ ശരീരത്തിൽ അളവ് കുറയ്ക്കുന്ന എൻസൈമാണ് PDE4. CAMPനെ വേറൊരു സാധനമായിട്ട് 5-AMP എന്ന് പറഞ്ഞ സാധനമാക്കിയിട്ട് കളയും. അപ്പോൾ CAMP നമുക്ക് വേണം. അപ്പൊ എന്ത് ചെയ്യും? ഈ എൻസൈമിനെ ഒന്ന് ബ്ലോക്ക് ചെയ്ത് നമുക്ക് എന്തുണ്ടാവും? CAMPയുടെ അളവ് കൂടില്ലേ? Yes. അല്ലേ? ഓക്കെ. CAMP എന്ന് പറഞ്ഞ മോളിക്യൂളിന് ഈ PDE4 എന്ന് പറഞ്ഞ എൻസൈം എന്ത് ചെയ്യും? 5-AMP ആയി മാറ്റും. ഈ 5-AMP നമുക്ക് കിട്ടിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? നമുക്ക് വേണ്ടത് എന്താണ്? CAMP കൂട്ടല്ലേ വേണ്ടേ? CAMP കൂട്ടണമെങ്കിൽ ഈ PDE4നെ നമ്മൾ ബ്ലോക്ക് ചെയ്യണം. ഈ PDE4 എൻസൈമിനെ ബ്ലോക്ക് ചെയ്യുന്ന ഡ്രഗ്സിന്റെ പേരാണ് മീഥൈൽ സാൻതീൻസ്. മീഥൈൽ സാൻതീൻസ്. മീഥൈൽ സാൻതീൻസിന്റെ എക്സാമ്പിൾ എന്താണ്? തിയോഫൈലിൻ, ഡെറിഫിലിൻ. ഡെറിഫിലിൻ ആർക്കും നമ്മൾ കൊടുക്കാറില്ല. ഡെറിഫിലിൻ, തിയോഫിലിൻ ഒക്കെ അല്ലേ? ഡെറിഫിലിൻ. കേട്ടോ? മനസ്സിലായോ? Yes, sir. Thank you. ഇനി ഞാൻ 2 ഡ്രഗും കൂടെ ഉള്ളു. അതുകൂടെ ഇനി നമ്മുടെ ആസ്മയുടെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അപ്പൊ ഈ മാസ്റ്റർ സെല്ല് ഉണ്ടല്ലോ, ഈ മാസ്റ്റർ സെല്ല് പൊട്ടിയാലല്ലേ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത് അല്ലേ? മാസ്റ്റർ സെല്ല് പൊട്ടിയല്ലേ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്നത്. അപ്പൊ ഈ മാസ്റ്റർ സെല്ല് പൊട്ടാണ്ടിരിക്കാനായിട്ട് മാസ്റ്റർ സെല്ല് സ്റ്റെബിലൈസ് ചെയ്യുന്ന കുറച്ച് ഡ്രഗ്സ് ഉണ്ട്. മാസ്റ്റർ സെൽ സ്റ്റെബിലൈസേഴ്സ്. അതിന്റെ എക്സാമ്പിൾ ആണ് ക്രോമോലിൻ, പിന്നുള്ളത് കീറ്റോ ടിഫിൻ എന്നൊക്കെ പറഞ്ഞു. അത്രയും ചോദിക്കാറില്ല, എന്നാലും ക്രോമോലിൻ, കീറ്റോ ടിഫിൻ. ഇനി ഒരു കാര്യം കൂടി പറയാം. ഈ മാസ്റ്റർ സെൽസിന്റെ മേലെ ഞാൻ പറഞ്ഞില്ലേ, ഇവിടെ ഒരു FC റിസപ്റ്റേഴ്സ് ഉണ്ട്. ഈ FC റിസപ്റ്ററിൽ ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യാം അല്ലെ? ആന്റിജൻ വന്ന് ബൈൻഡ് ചെയ്യാം. ഇതല്ലാണ്ട് നമ്മൾ കുറെ നാളായിട്ട് നമുക്ക് അലർജി ഉള്ളതാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ IgE എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ട്. ഈ IgE എന്ന് പറയുന്ന സാധനം ഈ FCയിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഈ IgE വന്ന് ബൈൻഡ് ചെയ്താലും സെയിം സംഭവങ്ങൾ ഉണ്ടാവും. ഈ IgE എന്ന് പറയുന്ന സാധനത്തിനെ ബ്ലോക്ക് ചെയ്യാൻ ഒരു ഡ്രഗ് ഉണ്ട്. IgEയുടെ റിസപ്റ്ററിൽ ഒന്ന് ബ്ലോക്ക് ചെയ്യാനുള്ള ഡ്രഗ് ഉണ്ട്. അതൊരു മോണോക്ലോണൽ ആന്റിബോഡിയാണ്. വളരെ കോസ്റ്റ്ലി ആയിട്ടൊരു ഡ്രഗ് ആണ്. അതിന്റെ പേരാണ് ഒമാലിസുമാബ്. ക്ലിയർ ആയോ? ക്ലിയർ ആണോ? ലാസ്റ്റ് പറഞ്ഞാണല്ലേ. നമുക്ക് എല്ലാം കൂടി ഒന്ന് സമ്മറൈസ് ചെയ്യാം. അത് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് ഒറ്റയടിക്ക് എല്ലാം ഒന്ന് സമ്മറൈസ് ചെയ്യാം. 2 ഡയഗ്രാം 5 മിനിറ്റ്സിൽ എല്ലാം സമ്മറൈസ് ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് മാസ്റ്റ് സെൽസിനെ വരയ്ക്കാം. ഇതാണ് നമ്മുടെ മാസ്റ്റ് സെൽസ്. മാസ്റ്റ് സെൽസിന്റെ മേലെ എന്താണ് നമുക്കുള്ള റിസപ്റ്റേഴ്സ്? FC റിസപ്റ്റേഴ്സ്. എന്താണ് FC റിസപ്റ്റേഴ്സ്? നമുക്കൊരു അലർജി ഉള്ള ആൾക്കാണെങ്കിൽ അലർജൻ വന്ന് ബൈൻഡ് ചെയ്യാം അല്ലെ? അലർജൻ വന്ന് ബൈൻഡ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് അലർജി ഉള്ള കുറെ നാൾ അലർജി ഉള്ള ആൾക്കാണ് നമ്മുടെ ശരീരം തന്നെ എന്തുണ്ടാക്കും? IgE എന്ന് പറഞ്ഞൊരു ആന്റിബോഡീസ് ഉണ്ടാക്കും. ഇതും വന്നിട്ട് FC റിസപ്റ്റർ ബൈൻഡ് ചെയ്യും. ഇത് രണ്ടും വന്ന് ബൈൻഡ് ചെയ്താലും എന്തുണ്ടാവും? ഈ മാസ്റ്റർ സെൽസ് പൊട്ടും. മാസ്റ്റർ സെൽസ് പൊട്ടി കഴിഞ്ഞാൽ എന്താണ് റിലീസ് ചെയ്യുക? ഹിസ്റ്റാമിൻസ് റിലീസ് ചെയ്യും. പിന്നെന്ത് റിലീസ് ചെയ്യാം? ല്യൂക്കോട്രൈൻസ് റിലീസ് ചെയ്യും.
പിന്നെന്താ റിലീസ് ചെയ്യും? പ്രോസ്റ്റാഗ്ലാൻഡിൻസ് റിലീസ് അല്ലേ? ഇനി ഞാൻ വരയ്ക്കാൻ പോകുന്നതാണ് നമ്മുടെ ബ്രോങ്കസ്. ബ്രോങ്കസ് ഇങ്ങനെ ഇരിക്കട്ടെ. നമ്മുടെ ബ്രോങ്കസ് വലുതായിരുന്നോട്ടെ. ബ്രോങ്കസിന് കുറെ റിസപ്റ്റേഴ്സ് ഉണ്ട്. ഒന്ന് നമുക്ക് ആദ്യം തന്നെ നല്ല റിസപ്റ്റർ ആയിരിക്കും. ഈ നല്ല റിസപ്റ്ററിന്റെ പേരെന്താണ്? ബീറ്റ-2 റിസപ്റ്റർ. ഒറ്റ റിസപ്റ്ററിന്റെ പേരെന്താണ്? ല്യൂക്കോട്രൈൻ റിസപ്റ്റർ. പിന്നെയുള്ളത് റിസപ്റ്ററിന്റെ പേരെന്താണ്? മസ്കാരിനിക് റിസപ്റ്റർ. ഓക്കെ. ഈ ല്യൂക്കോട്രൈൻസ് പോയിട്ട് ല്യൂക്കോട്രൈൻ റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് എന്തുണ്ടാവും? കാൽഷ്യത്തിന്റെ അളവ് കൂട്ടും അല്ലെ? ഇപ്പൊ ല്യൂക്കോട്രൈൻ റിസപ്റ്ററിന് നമ്മൾ ബ്ലോക്ക് ചെയ്ത് എന്തുണ്ടാവും? കാൽഷ്യത്തിന്റെ അളവ് കുറയും. ല്യൂക്കോട്രൈൻ റിസപ്റ്റർ ഫസ്റ്റ് ക്ലാസ് ഓഫ് ഡ്രഗിന്റെ പേരെന്താണ്? ല്യൂക്കോട്രൈൻ റിസപ്റ്റർ ആന്റഗോണിസ്റ്റ് അല്ലെ? പേരെന്താണ്? മോണ്ടിലൂക്കോസ്റ്റ്. ഓക്കെ. പിന്നെ മസ്കാരിനിക് റിസപ്റ്റർ അതും എന്ത് ചെയ്യും? കാൽഷ്യം കൂട്ടുന്ന ഒരു സംഭവമാണ്. നമ്മൾ എന്ത് ചെയ്യും? മസ്കാരിനിക് റിസപ്റ്ററിനെ ആന്റഗോണൈസ് ചെയ്യും, ബ്ലോക്ക് ചെയ്യും. ആന്റഗോണിസ്റ്റ് അല്ലെ? അപ്പൊ അതിന്റെ എക്സാമ്പിൾസ് എന്താണ്? അതിൽ രണ്ടെണ്ണം ഉണ്ട്. രണ്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. മസ്കാരിനിക് റിസപ്റ്റർ ആന്റഗോണിസ്റ്റ്. ഒന്നെന്താണ്? ഷോർട്ട് ആക്ടിങ് മസ്കാരിനിക് ആന്റഗോണിസ്റ്റും ലോങ് ആക്ടിങ് മസ്കാരിനിക് ആന്റഗോണിസ്റ്റും. ഷോർട്ട് ആക്ടിങ് മസ്കാരിനിക് ആന്റഗോണിസ്റ്റിന്റെ എക്സാമ്പിൾ എന്താണ്? ഇപ്രാട്രോപിയം ബ്രോമൈഡും നമുക്ക് ലാമയുടെ പേരെന്താണ്? ലോങ് ആക്ടിങ് മസ്കാരിനിക് ആന്റഗോണിസ്റ്റിന്റെ പേരെന്താണ്? ടയോട്രോപിയം ബ്രോമൈഡ് അല്ലേ? എളുപ്പമല്ലേ? ഈ ഇപ്രാട്രോപിയം നമ്മൾ എമർജൻസിയിൽ പേഷ്യന്റിന് നമ്മൾ കൊടുക്കുന്നതാണ്, കാരണം ഫാസ്റ്റ് ആക്ടിങ് ആണ്. ഇത് നമ്മൾ COPD-ലാണ് യൂഷ്വലി കൊടുക്കാറുള്ളത്. മനസ്സിലായോ? എളുപ്പമല്ലേ? ഈ ബീറ്റ-2 റിസപ്റ്റർ നമ്മൾ ആക്ടിവേറ്റ് ചെയ്ത് എന്തുണ്ടാവും? ഇൻക്രീസ് CAMP വന്നു കഴിഞ്ഞാൽ എന്തുണ്ടാവും? ബ്രോങ്കോ ഡയലറ്റേഷൻ ഉണ്ടാവും അല്ലെ? അപ്പൊ ബീറ്റ-2നെയും റിസപ്റ്ററിനെ നമ്മൾ എന്താ അഗോണൈസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്തുണ്ട്? ഷോർട്ട് ആക്ടിങ് ബീറ്റ അഗോണിസ്റ്റ് ഉണ്ട്, പിന്നെ ലോങ് ആക്ടിങ് ബീറ്റ അഗോണിസ്റ്റ് ഉണ്ട്. ഷോർട്ട് ആക്ടിങ് ബീറ്റ അഗോണിസ്റ്റിന്റെ പേരെന്താണ്? സാൽബ്യൂട്ടമോൾ. ലോങ് ആക്ടിങ് ബീറ്റ അഗോണിസ്റ്റ് ഫോർമെട്രോൾ. സാൽബ്യൂട്ടമോൾ നമ്മൾ എന്താണ് ചെയ്യുന്നത്? എമർജൻസിയിൽ കൊടുക്കും അല്ലെ? ഫോർമെട്രോൾ നമ്മൾ ആസ്മയ്ക്ക് ഇൻഹേലർ ആയിട്ട് കൊടുക്കും അല്ലെ? കണ്ടിട്ടില്ലേ ഫോർമെട്രോളിന്റെ 4-acort ഒക്കെ ഇൻഹേലർ അല്ലെ? ഇനി നമുക്ക് എന്താണ് അടുത്തൊരു ഓപ്ഷൻസ്? നമുക്ക് വേണമെങ്കിൽ ഹിസ്റ്റമിൻ ബ്ലോക്കേഴ്സും കൊടുക്കാം. എന്താണ്? H1 ബ്ലോക്കേഴ്സും കൊടുക്കാം. H1 ബ്ലോക്കേഴ്സിനെ പറ്റി നമ്മൾ പഠിച്ചു കഴിഞ്ഞു നേരത്തെ. സെട്രസിൻ, ലീവോസെട്രസിൻ ഇതൊക്കെ നമ്മൾ പഠിച്ചതാണ് അല്ലെ? ഇനി അടുത്തത് മാസ്റ്റ് സെല്ലിന് നമ്മൾ പൊട്ടാണ്ടിരിക്കാൻ നോക്കാം. അപ്പോൾ നമ്മൾ എന്താ ചെയ്യുക? മാസ്റ്റ് സെൽ സ്റ്റെബിലൈസിങ് ഏജൻസ്. മാസ്റ്റ് സെൽ സ്റ്റെബിലൈസിങ് ഏജൻസ് എന്താണ്? ക്രോമോലിനും കീറ്റോട്ടിസിൻ. ഓക്കെ. ഇനി പിന്നെ ഈ IG വന്ന് ബൈൻഡ് ചെയ്താലും പ്രശ്നമുണ്ടല്ലോ. IgE-നെ നമ്മൾ ബ്ലോക്ക് ചെയ്യുന്ന ഒരു ആന്റിബോഡി, മോണോക്ലോണൽ ആന്റിബോഡി. ഇതാണ് ഇപ്പൊ ആസ്മയുടെ ലേറ്റസ്റ്റ് ഗൈഡ് ലൈനിൽ ഏറ്റവും ലാസ്റ്റ് കൊടുക്കുന്ന ഡ്രഗ്. എന്താണ്? ഒമാലിസുമാബ്. ഇത് നമുക്കറിയാം, ഒരാൾ അക്യൂട്ട് അറ്റാക്ക് പെട്ടെന്ന് ഒരു ആസ്മയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അഡ്രിനാലിൻ കൊടുക്കും. അഡ്രിനാലിൻ എന്താ ചെയ്യുന്നത്? അഡ്രിനാലിൻ എന്ത് ചെയ്യും? ആൽഫ റിസപ്റ്ററിന്റെ ബീറ്റ ഉണ്ട് അല്ലെ? ഈ ബീറ്റ റിസപ്റ്ററിൽ വന്ന് ബൈൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുണ്ടാവും? CMP കൂട്ടും. CMP കൂട്ടിന് പെട്ടെന്ന് ബ്രോങ്കോ ഡയലറ്റേഷൻ, വളരെ ഫാസ്റ്റ് ആക്ടിങ് ആണ്. അതുകൊണ്ടാണ് അഡ്രിനാലിൻ ബ്രോങ്കിയൽ ആസ്മയുടെ എമർജൻസി ഡ്രഗ് ആയിട്ട് വെച്ചേക്കുന്നത്. ഇത്ര മനസ്സിലായോ? എക്സ്ക്യൂസ് മീ സാറേ, പറഞ്ഞോളൂ. അഡ്രിനാലിൻ നമ്മൾ നെബുലൈസേഷൻ കൊടുക്കാറില്ലേ? കൊടുക്കാറുണ്ട്. കാരണം അഡ്രിനാലിൻ ഭയങ്കര ഫാസ്റ്റ് ആക്ടിങ് അല്ലെ? അഡ്രിനാലിൻ എമർജൻസി ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പേഷ്യന്റ് ഏറ്റവും പെട്ടെന്ന് ബ്രോങ്കസിനെ ഡയലേറ്റ് ചെയ്യുന്ന ഏറ്റവും ഫാസ്റ്റിൽ ആക്ട് ചെയ്യുന്നത് അഡ്രിനാലിൻ. ഈ അഡ്രിനാലിൻ ആൽഫ ബീറ്റ എല്ലാത്തിലും സ്റ്റിമുലേറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ ഈ സാൽബ്യൂട്ടമോൾ കൊടുക്കുമ്പോൾ ബീറ്റ മാത്രം സ്റ്റിമുലേറ്റ് ചെയ്യുന്നു. പിന്നെ അഡ്രിനാലിൻ കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് വളരെ കൂടും അല്ലെ? BPയും കൂടും.
അല്ലെ? അതുകൊണ്ടാണ് നമ്മൾ അഡ്രിനാലിൻ ഉണ്ടെങ്കിൽ അഡ്രിനാലിൻ ഭയങ്കര എമർജൻസി ആണെങ്കിൽ അഡ്രിനാലിൻ കൊടുക്കും. അല്ലെങ്കിൽ നമുക്ക് അത്യാവശ്യം കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ സാബ് കൊടുക്കും. കാരണം സാബ് കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റ് അത്ര കൂട്ടില്ല. കാരണം അത് ബീറ്റയിൽ മാത്രമാണ്, ബ്രോങ്കസിൽ മാത്രം ആക്ട് ചെയ്യും. അഡ്രിനാലിൻ കൊടുത്താൽ അഡ്രിനാലിൻ ഹാർട്ടിലും ആക്ട് ചെയ്യും. അപ്പൊ നമ്മളെല്ലാവരും ക്ലിനിക്കിലുള്ളപ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഇപ്പൊ സാൽബ്യൂട്ടമോൾ കൊടുക്കുമ്പോൾ പീഡിയാട്രിക് പേഷ്യൻസിന് കൊടുക്കുമ്പോൾ ചിലപ്പോൾ ഹാർട്ട് റേറ്റ് 100-ന് മേലെ പോകും. കാരണം ഇത് ചെറുതായിട്ട് ഹാർട്ടിനെ സ്റ്റിമുലേറ്റ് ചെയ്യും, അല്ലെ? കാരണം ഇത് അഡ്രിനാലിന്റെ അനലോഗ് ആണ് ഇതൊക്കെ. അപ്പൊ ഹാർട്ട് റേറ്റ് അങ്ങനെ കൂടി വരുമ്പോൾ അപ്പൊ പറയും, അപ്പൊ നമുക്ക് എന്താ പറയാ, അപ്പം അത് മാറ്റിയിട്ട് നമ്മൾ ടയോട്രോപ്പിയം കൊടുക്കും, ഇപ്രാട്രോപ്പിയം കൊടുക്കും. ഇപ്രാട്രോപ്പിയം കൊടുത്തു കഴിഞ്ഞാൽ ഹാർട്ട് റേറ്റിന് അത് അഫക്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും ഇപ്പോ നമ്മുടെ സാൽബ്യൂട്ടമോൾ നമ്മൾ ഇതായിട്ട് കൊടുക്കും, നെബുലൈസേഷൻ കൊടുത്തിട്ട് ഹാർട്ട് റേറ്റ് കൂടുമ്പോൾ നമ്മൾ ഇപ്രാട്രോപ്പിയത്തിന് മാറും. അതുകൊണ്ട് ഇപ്രാവെന്റും സാൽബ്യൂട്ടമോൾ ഇങ്ങനെ മാറി മാറി കൊടുക്കുന്നതാണ്. അതാണ് റീസൺ. കാരണം സാൽബ്യൂട്ടമോൾ ഈവൺ തോ ഹാർട്ടിന് അത്ര എഫക്ട് ചെയ്യില്ലെങ്കിലും അഡ്രിനാലിന്റെ അത്ര എഫക്ട് ചെയ്യില്ലെങ്കിലും പക്ഷെ എഫക്ട് ചെയ്യും. ഹാർട്ട് റേറ്റ് കൂടുകയാണെങ്കിൽ 100-ന് മേലെ പോവുകയാണെങ്കിൽ സാൽബ്യൂട്ടമോൾ നിർത്തിയിട്ട് ഇപ്രാട്രോപ്പിയം കൊടുക്കണം. എന്നിട്ട് ഹാർട്ട് റേറ്റ് കുറച്ച് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞിട്ട് വീണ്ടും സാൽബ്യൂട്ടമോൾ കൊടുക്കും. അങ്ങനെ ഹാർട്ട് റേറ്റിന് ഒരു ബാലൻസ് ചെയ്ത് നിർത്താനാണ് ഇപ്രാട്രോപ്പിയം സാൽബ്യൂട്ടമോളും മാറി മാറി കൊടുക്കുന്നത്. ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. നമുക്കൊരു ആസ്മ ഉള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ ആസ്മ ഉള്ള ഒരു പേഷ്യന്റ് ഫസ്റ്റ് കൊടുക്കാൻ പറ്റുന്ന ഡ്രഗ് എന്താണ്? ആസ്മ ഡയഗ്നോസ് ചെയ്ത് ഫസ്റ്റ് ചോയ്സ് ഓഫ് ഡ്രഗ് എന്താണ്? നമ്മളെപ്പോഴും MDI ആണ് കൊടുക്കുക. MDI എന്ന് പറഞ്ഞാൽ മീറ്റേർഡ് ഡോസ് ഇൻഹേലർ. മീറ്റേർഡ് ഡോസ് ഇൻഹേലർ. ഇതിൽ കൊടുക്കാൻ പറ്റുന്ന ഇൻഹേലറിൽ ഏറ്റവും നമ്മൾ കൊടുക്കുന്നത് ഫോറാക്കോട്ട് എന്ന് പറഞ്ഞ സാധനം നമ്മൾ കൊടുക്കാറുണ്ട്. ഫോറാക്കോട്ടിന്റെ കണ്ടന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ 4 മെട്രോണും ബ്യൂഡിസോണൈഡും ഉണ്ട്. ബ്യൂഡിസോണൈഡും ഉണ്ട് കേട്ടോ. ബ്യൂഡിസോണൈഡും 4 മെട്രോളാണ് ഉള്ളത്. ഈ 4 മെട്രോൾ എന്താണ്? 4 മെട്രോൾ ഏത് ക്ലാസ് ഓഫ് ഡ്രഗ് ആണ് വരുന്നത്? ഒന്ന് പറയാം. ലോങ് ആക്ടിങ് ബീറ്റ അഗോണിസ്റ്റ്, ലാബയാണ് അല്ലെ? അത് ലോങ് ആക്ടിങ് ആണ്, കുറെ നേരം ആക്ട് ചെയ്യും. പക്ഷെ ഇതൊരു 3 മിനിറ്റ്സിനുള്ളിൽ ഇത് ആക്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ എന്താ, ഒരു പേഷ്യന്റ് അക്യൂട്ട് അറ്റാക്ക് ഉണ്ടെങ്കിലും വീട്ടിൽ വെച്ച് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന അറ്റാക്ക് ആണെങ്കിൽ ഒരു ഇൻഹേലർ എടുത്താൽ മാറും. കാരണം 3 മിനിറ്റ്സിൽ സ്റ്റാർട്ട് ചെയ്യും, ഒരു 6 to 12 hours വരെ ആക്ട് ചെയ്യും. മനസ്സിലായി? ഈ ബ്യൂണിസോഡ് എന്ന് പറഞ്ഞ എന്താണ്? ഇറ്റ് ഈസ് എൻ ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ് ആണ്. കോർട്ടിക്കോസ്റ്റെറോയിഡ് ആണ്. അത് ഇൻഹലേഷൻ കോർട്ടിക്കോസ്റ്റെറോയിഡ്. ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുമെന്ന് കൂടി ഒന്ന് പറയാം. കോർട്ടിക്കോസ്റ്റെറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഇതൊക്കെ ഇൻഫ്ലമേഷന്റെ ഭാഗമല്ലേ? ഇൻഫ്ലമേഷൻ, ഈ പ്രോസ്റ്റാഗ്ലാൻഡിൻ ലുക്കോട്രൈൻ ഒക്കെ ഉണ്ടാക്കുന്നത് ഇൻഫ്ലമേഷന്റെ ഭാഗമാണ്. എന്തിന്റെ ഭാഗമാണ്? ഇൻഫ്ലമേഷന്റെ ഭാഗമാണ്. ഇൻഫ്ലമേഷന്റെ ഭാഗമാണ്. കോർട്ടിക്കോസ്റ്റെറോയിഡ്സ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഫ്ലമേഷനോട് നിർത്തും. അതായത് ഇവിടെ നിന്ന് അടിയിലേക്ക് വരുന്ന ഈ സംഭവങ്ങളൊന്നും നടക്കില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ കോർട്ടിക്കോസ്റ്റെറോയിഡ്സും ഫോർമെട്രോണും കൂടി കോമ്പിനേഷനിൽ കൊടുക്കുന്നത്. മനസ്സിലായോ? ബ്യൂഡിസോണൈഡ് ഇസ് എൻ ഇൻഹേൽഡ് കോർട്ടിക്കോസ്റ്റെറോയിഡ്. ഒരു കാര്യം കൂടി പറയാം. നമ്മൾ ഇൻഹേലർ ഉപയോഗിക്കുമ്പോൾ പേഷ്യന്റെ അടുത്ത് പറയേണ്ട ഒരു കാര്യം എന്താണ്? എന്താണ്? മൗത്ത് വാഷ് പറയും. കാരണം എന്താണ്? ഫംഗൽ ഇൻഫെക്ഷൻ അതാണ് നമ്മളിപ്പോ ശരിക്കും ഈ ഇൻഹേലർ എടുക്കുമ്പോ ഉണ്ടല്ലോ, ഇൻഹേലറിന് ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മൾ ഈ കൊടുക്കുന്ന സാധനം എയർവേയിൽ ഡെപ്പോസിറ്റ് ആവും, അതായത് മൗത്തിലൊക്കെ ഡെപ്പോസിറ്റ് ആവും. അപ്പൊ ഈ ബ്യൂഡിസ്റ്റോണൈഡ് എന്ന് പറഞ്ഞ സാധനം സ്റ്റിറോയിഡ് അല്ലേ? സ്റ്റിറോയിഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വായിൽ കാൻഡിഡിയാസിസ് ഉണ്ടാവാൻ ചാൻസ് കൂടുതലാണ്. മനസ്സിലാവുന്നുണ്ടോ? അതുകൊണ്ട് നമ്മളെപ്പോഴും മൗത്ത് റിൻസ് ചെയ്യാൻ പറയണം. ഞാൻ ഇനി ഒരു കാര്യം കൂടി ജസ്റ്റ് ഒന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ട് ഞാൻ ഒന്ന് സ്റ്റോപ്പ് ചെയ്യാമേ. എങ്ങനെയാണ് ഇൻഹേലർ എടുക്കേണ്ട കറക്റ്റ് രീതിയാണ്. ഞാൻ ഈ സ്ക്രീൻ ഷെയർ ഒന്ന് ഓഫ് ചെയ്യാണ്. എൻ്റെ വീഡിയോ ഒന്ന് ഓൺ ചെയ്യാം. വിസിബിൾ ആണോ എന്നെ? ഓക്കെ. അപ്പൊ നമ്മൾ ഇൻഹേലർ എങ്ങനെ എടുക്കേണ്ടത് ഞാൻ ഒന്ന് പറയാം. അപ്പൊ ഇതാണല്ലോ നമ്മുടെ മീറ്റേർഡ് ഡോസ് ഇൻഹേലർ. മീറ്റേർഡ് ഡോസിനെ വിളിക്കാൻ കാരണം ഇവിടെ കണ്ട ഡോസസ് എഴുതിയിട്ടുണ്ട്, എത്ര ഇൻഹലേഷൻ എടുക്കാൻ പറ്റുന്ന ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ ഇൻഹേലർ എടുക്കുമ്പോൾ നമ്മൾ എപ്പോഴും പ്രൈം ചെയ്യണം, ഷെയ്ക്ക് ചെയ്തിട്ട്
ഒരു 2 പഫ്സ് നമ്മൾ പുറത്തേക്ക് 1 പഫ് അല്ലെങ്കിൽ പുറത്തേക്ക് അടിച്ച് പ്രൈം ചെയ്യണം. എന്നാലാണ് ജസ്റ്റ് പ്രൊപ്പലന്റ് വർക്ക് ചെയ്യണമെന്ന് അറിയാം. പിന്നെ ഇത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി ഷേക്ക് ചെയ്തിട്ട് നമ്മൾ എപ്പോഴും എടുക്കണേക്കാട്ടും മുന്നേ എയർവേ ഓപ്പൺ ആയിരിക്കണം. കാരണം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഓറൽ ക്യാവിറ്റിയിലാണ് ഡെപ്പോസിറ്റ് ചെയ്യുക. നേരെ ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇങ്ങനെ മേലേക്ക് എയർവേ ഓപ്പൺ ആയിരിക്കും. ഇങ്ങനെ മേലെ വെച്ച് കഴിഞ്ഞാൽ എയർവേ ഓപ്പൺ ആണ്. എന്നിട്ട് നമ്മളിത് ഷേക്ക് ചെയ്തിട്ട് ഒരു 10 സെക്കൻഡ്സ് എക്സേൽ ചെയ്യണം. 10 സെക്കൻഡ്സ് എക്സേൽ ചെയ്ത് കഴിഞ്ഞിട്ട് ഇൻഹേലർ വെക്കുന്നു, നമ്മൾ അടിക്കുന്നു, നേരെ ഇൻഹേൽ ചെയ്യുന്നു. ഇൻഹേൽ ചെയ്തിട്ട് 10 സെക്കൻഡ് ഉള്ളിൽ വെക്കുക, എന്നിട്ട് പുറത്തേക്ക് വിടും. അപ്പൊ ആദ്യം തന്നെ എക്സേൽ ചെയ്യണം, എന്നാലും നമുക്ക് ആ ഇൻഹേൽ ചെയ്യാനുള്ള പവർ കിട്ടുള്ളൂ. ഈ അടിക്കുന്നതും നമ്മൾ ശ്വസിക്കുന്നതും സൈമൾട്ടേനിയസ് ആയിരിക്കണം. എന്നിട്ട് 10 സെക്കൻഡ്സ് വെച്ചിട്ട് ആണ് നമ്മൾ പുറത്തേക്ക് വിടേണ്ടത്. എപ്പോഴും കെയർഫുൾ ആയിരിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർവേ ഓപ്പൺ ആയിട്ടാണ് വെക്കേണ്ടത്. ഇങ്ങനെ വെച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ കാര്യമില്ല. നമ്മളിപ്പോൾ കാണാൻ മിക്ക പേഷ്യൻസ് ഇങ്ങനെയാണ് പഫ് ചെയ്യുക, പക്ഷെ ഇങ്ങനെയാണ് എടുക്കേണ്ടത്, എന്നാലാണ് ലങ്സിലേക്ക് എത്തുള്ളൂ. ക്ലിയർ ആണോ? Yes, sir. Yes, sir. ഓക്കെ ആണോ? വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എക്സ്ക്യൂസ് മീ സാർ, നമ്മൾ നെബിലൈസേഷൻ കൊടുക്കുമ്പോൾ വിത്ത് ടു ചൈൽഡിന് കൊടുക്കണമെന്ന് പറയുന്ന റീസൺ എന്താ? വിത്ത് O2, കാരണം കുട്ടികളിൽ നമുക്ക് ഈ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ വരുന്ന സമയത്ത് അവർക്ക് ഓക്സിജനേഷനും കുറവായിരിക്കും. നമ്മൾ മിക്കവാറും വിത്ത് O2 ആണ് കൊടുക്കുന്നത്. കാരണം കുട്ടികൾക്ക് പെട്ടെന്ന് ബ്രോങ്കോ കൺസ്ട്രക്ഷനും ഹൈപ്പോക്സിയക്കും പെട്ടെന്ന് വൾണറബിൾ ആണ് അവർ. നമുക്കറിയാലോ, ആസ്മ അറ്റാക്ക് ഫുൾ ബ്രോങ്കോ കൺസ്ട്രക്ഷൻ ആണെങ്കിൽ എയർ എക്സ്ചേഞ്ച് നടക്കില്ല. കുട്ടികളിലാകുമ്പോൾ അത് തീരെ നടക്കില്ല. പെട്ടെന്ന് SpO2 ഡ്രോപ്പ് ചെയ്യാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഓക്സിജൻ ആയിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. താങ്ക് യു പിന്നെ സർ. മോയ്സ്ചർ കണ്ടന്റ് ഹ്യൂമിഡിഫൈഡ് ഓക്സിജനും കൂടി നമ്മൾ കൊടുക്കാൻ പറയും. കാരണം അത് എയർവേക്ക് ഒന്ന് സൂത്തൻ ചെയ്യും, അതുകൊണ്ടാണ്. താങ്ക് യു സർ. Sir, ഒമാൽസുമാബ് IG-യുടെ ഒന്നുകൂടെ ഒന്ന് പറയുന്നു. ഒമാലിസുമാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ലേറ്റസ്റ്റ് ഇപ്പൊ നമ്മളിപ്പോ ട്രീറ്റ് ചെയ്യുന്ന ഗൈഡ് ലൈൻസ്, ഇപ്പൊ എക്സാമിനൊക്കെ ചോദിക്കാം. ഇപ്പൊ നമ്മൾ ഫോളോ ചെയ്യുന്ന ഗൈഡ് ലൈൻസ് എന്ന് പറഞ്ഞാൽ ന്യൂ ജീന ഗൈഡ് ലൈൻസ് ആണ്. ഗ്ലോബൽ ഇനിഷ്യേറ്റീവ് ടു സ്റ്റോപ്പ് ആസ്മ അങ്ങനെ വരും. ജീന ഗൈഡ് ലൈൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ജീന ഗൈഡ് ലൈൻസ് നമ്മൾ സ്റ്റെപ്പ് വൈസ് ആണ് നമ്മൾ ആസ്മ പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യുന്നത്. സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, സ്റ്റെപ്പ് 3, സ്റ്റെപ്പ് 4, സ്റ്റെപ്പ് 5 എന്നും സിവിയറിറ്റി അനുസരിച്ചാണ് ട്രീറ്റ് ചെയ്യുന്നത്. അപ്പൊ അവസാനം നമ്മൾ ഒന്നും കിട്ടിയില്ലെങ്കിൽ പേഷ്യന്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഒമാലിസുമാബാണ് കൊടുക്കുന്നത്. ഒമാലിസുമാബ്. അപ്പൊ യൂഷ്വലി നമ്മൾ അലർജി ഉള്ള ആൾക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ അലർജൻ വന്ന് ബൈൻഡ് ചെയ്യുമ്പോൾ മാസ്റ്റ് സെൽസ് ഡിഗ്രാനുലേറ്റ് ചെയ്യും. ഇത് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്ന സംഭവം. ഇങ്ങനെ നടന്ന് നമ്മൾ എന്തുണ്ടാവും? നമുക്ക് മെമ്മറി ഉണ്ടാകും. അത് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണോഗ്ലോബുലിൻ E എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവും. ഇത് അലർജി ആയിട്ട് റിലേറ്റ് ചെയ്ത സംഭവമാണ്. അപ്പൊ ഇത് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരിക്കലും എക്സ്പോഷർ വേണമെന്നില്ല. ആക്ച്വൽ അലർജൻ ഇല്ലാണ്ടും നമ്മുടെ ശരീരം തന്നെ ഉണ്ടാക്കുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ആണ്. ഇത് ഇവിടെ പോയിട്ട് FC റിസപ്റ്ററിൽ ബൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മാസ്റ്റർ സെല്ല് റെഗുലേറ്റ് ചെയ്യാം. അപ്പോ അലർജി ഇല്ലാണ്ടും ഒരു എക്സ്പോഷർ ഇല്ലാണ്ട് പേഷ്യന്റിന് ആസ്മ അറ്റാക്ക് ഉണ്ടാവുന്നുണ്ട്, അത്രയും സിവിയർ ആയിട്ട് വരുന്നുണ്ട്. അങ്ങനെയുള്ള പേഷ്യൻസിന് നമുക്ക് ഒമാലിസുമാബ് കൊടുക്കും. അപ്പൊ ഈ IG-നെ ഒന്ന് ബ്ലോക്ക് ചെയ്യുന്നു. അപ്പൊ IG മാസ്റ്റ് സെൽസിൽ ബൈൻഡ് ചെയ്യില്ല, മാസ്റ്റ് സെല്ല് ഡീഗ്രാനുലേറ്റ് ചെയ്യില്ല, ബാക്കിയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. പക്ഷെ ഇതിന്റെ പേരെന്താണ്? ഈ ഡ്രഗിന്റെ പേരെന്താണ്? ഒമാലിസുമാബ്. ഈ മാബിൽ എന്ത് ചെയ്യുന്ന സാധനങ്ങളെല്ലാം മോണോക്ലോണൽ ആന്റിബോഡിയാണ്. ഇത് ബയോടെക്നോളജി വെച്ച് ഉണ്ടാക്കുന്നതാണ്. ദിസ് വിൽ ബി എ വെരി കോസ്റ്റ്ലി ഡ്രഗ്. Thank you, sir. ക്ലിയർ ആണോ? Clear ആയി. നമുക്ക് ഇന്നത്തെ ക്ലാസ് സ്റ്റോപ്പ് ചെയ്യാം. ഓക്കെ സർ. Thank you, sir. Yes, sir. Thank